എത്തിച്ചത്. അങ്ങനെ തർക്കവിഷമായ ഒരു സ്ഥലത്ത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്നതായിട്ടുള്ളതാണ് ഒരു സിവിൽ കേസാണ് എങ്കിൽ അതൊന്നും ഉണ്ടായില്ല. അവിടെ നിന്നാണ് നമ്മൾ വെടിമരുന്ന് ശാലയിലേക്ക് തീക്കൊള്ളി എറിയുന്നത് പോലെയുള്ള പണികളാവുന്നത്. ഏറ്റവും ഒടുവിൽ ഈ തർക്ക വിഷയമായ ആ മന്ദിരം ഇടിച്ചു നിരത്തുന്നതിലേക്ക് വരെ എത്തി. ഒരേ സമയത്ത് BJP നേതൃത്വം ചെയ്തത്, ഞാൻ ഈ ചർച്ചയിൽ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ, AB വാജ്പേയിയെ പോലുള്ളവരുടെ മുഖം കാട്ടിക്കൊണ്ട് നമ്മുടെ ഒരു ലിബറലായിട്ടുള്ള സമൂഹത്തിൻ്റെ മുമ്പാകെ മതനിരപേക്ഷ സ്വഭാവമുള്ളവരിലും അതിൽ തന്നെ ഒരു ഹിന്ദുത്വ അജണ്ട ഉള്ള മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകളുടെ ഇടയിലുമെല്ലാം വാജ്പേയിയെ കാണിച്ചുകൊണ്ടും, എന്നാൽ അവിടെ ഈ അധികാരം കൈയടക്കുന്നതിന് വേണ്ടി മതപരമായിട്ടുള്ള വികാരങ്ങളെ ആളിക്കത്തിക്കാൻ കൃത്യമായൊരു ഡിവൈഡാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മതവിഭാഗങ്ങളിൽ, അതിൽ വിവിധ ജാതികളും ഉപജാതികളും അവാന്തര വിഭാഗവും ഒക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ആ കൃത്യമായ ഡിവൈഡ് ഉണ്ടാക്കി ആ ഡിവൈഡിൽ നിന്ന് ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് നല്ലൊരു പങ്കിനെ കൈയടക്കുക, ഇതാണ് ചെയ്തത്. അത് വളരെ ബോധപൂർവം ആസൂത്രിതമായി ചെയ്ത് ആ വിധത്തിൽ നടത്തിയത്. അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ അതിൻ്റെ ഹാർവസ്റ്റിംഗ് ആണ് ഇന്ത്യ ഗവൺമെൻറ് ഈ രണ്ടാം തലമുറ BJP നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഗുണഭോക്താക്കളായ ആ നേതാക്കളും ആ തലമുറയും മാറുന്നു എന്നാണ് ശ്രീ സമ്പത്ത് പറഞ്ഞു വെച്ചത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഈ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, ആ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം വരാൻ പോകുന്ന വിധി, അതിൻ്റെ സാധ്യതകൾ തന്നെയാണ് ഏറ്റവും അധികം എല്ലാവരും ഉറ്റുനോക്കുന്നതും. അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്. ഇപ്പോൾ ഈ അയോധ്യ കേസിൽ തന്നെ സുപ്രീം കോടതിയുടെ വിധി വന്ന് അവിടെ ഒരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭൂമി പൂജ വരെ മുന്നോട്ട് പോയ ഘട്ടത്തിലാണ് ഈ ബാബറി മസ്ജിദ് തകർത്തു എന്നത്, അതിലെ കുറ്റകൃത്യങ്ങൾ, അതിലെ കുറ്റാരോപണങ്ങൾ, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചുള്ള കേസിലെ പ്രധാനപ്പെട്ട വിധി രാജ്യം കാത്തിരിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൂടി ചേരുന്നു. ശ്രീ സമ്പത്ത്, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതുപോലെ ശ്രീ PV തോമസ് എന്നിവരാണ് ചർച്ചയിൽ തുടരുന്നത്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, സ്വാഗതം ഈ ചർച്ചയിലേക്ക്. അല്പസമയത്തിനകം എല്ലാവരും കാത്തിരിക്കുകയാണ്. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ എന്ത് വിധിയാണ് കോടതി, CBI കോടതി, ലക്നൌവിലെ CBI കോടതി പറയുക എന്നറിയാൻ കാത്തു നിൽക്കുന്നു. ഇപ്പോൾ LK അദ്വാനി അടക്കമുള്ള മുതിർന്ന BJP നേതാക്കളാണ് ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട പ്രതികൾ. ഇതിൽ ഒന്നാം പ്രതിയായി ഉണ്ടായിരുന്ന ആൾ ബാൽ താക്കറെ ആയിരുന്നു. അദ്ദേഹം മരിച്ച ഘട്ടം. രണ്ടാം പ്രതി ആയി നിൽക്കുന്നത് LK അദ്വാനി അടക്കമുള്ള പ്രതികളാണ്. 26 പ്രതികൾ കോടതിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ കേസിൻ്റെ വിധി വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൽ ഗൗരവത്തിൽ താങ്കൾ കാണുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? അയോധ്യയിൽ സംഭവിച്ചത് അസാധാരണമായ ക്രിമിനൽ കുറ്റമാണ് എന്ന് സുപ്രീം കോടതി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. രാജ്യത്തെ ജനങ്ങൾക്കും പൂർണ്ണമായി ബോധ്യമുള്ള ഒരു ക്രിമിനൽ സംഭവം തന്നെയാണ് അന്ന് അവിടെ നടന്നത് 28 കൊല്ലങ്ങൾക്ക് മുമ്പ്. അത് കേവലമായ ഒരു മന്ദിരത്തിൻ്റെ തകർച്ചയായിട്ടല്ല നമ്മളൊക്കെ ഇത് കാണുന്നത്. നമ്മൾ വളരെ പ്രിയങ്കരമായി കരുതുന്ന, നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ ആധാരശിലയായി കരുതുന്ന മതനിരപേക്ഷതയ്ക്കേറ്റ വലിയ കനത്ത ആഘാതം, ക്ഷതം എന്ന നിലയ്ക്കാണ് ആ സംഭവത്തെ നമ്മൾ കണ്ടത്. അറിയപ്പെടുന്ന കുറേ പേരാണ് ആ കേസിലെ പ്രതികൾ. ഇപ്പോൾ ഒന്നാം പ്രതി ബാൽ താക്കറെ, അദ്ദേഹം മരിച്ചുപോയി. അഡ്വാനി തൊട്ട് ഇങ്ങോട്ടുള്ള, അഡ്വാനി എന്ന് പറയുമ്പോൾ അന്ന് ഭാവിയിലെ പ്രധാനമന്ത്രിയായി കരുതപ്പെട്ടിരുന്ന ആളാണ്. BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ. അങ്ങനെയുള്ളവരൊക്കെയാണ് കേസിലെ പ്രതികൾ. എന്തിനു വേണ്ടി അവരത് ചെയ്തു, അതിൻ്റെ ചരിത്രം പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. രാജ്യം മുഴുവൻ പ്രതിഷേധിച്ച ഒരു മഹാസംഭവം തന്നെയായിരുന്നു അത്. പക്ഷെ അവിടെ എനിക്കിപ്പോഴും തോന്നുന്നത് ആ ഒരു കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കുന്നതിന് 28 വർഷം വേണ്ടി വന്നു എന്നുള്ളത് നമ്മുടെ നീതി നിർവഹണ സമ്പ്രദായത്തെക്കുറിച്ചുള്ള അത്ര മതിപ്പുളവാക്കുന്ന കാര്യമല്ല. ഈ സംഭവത്തിന് ഒരു ലിബർഹാൻ കമ്മീഷൻ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് 17 വർഷം എടുത്തു. അപ്പോൾ റിപ്പോർട്ടുകളും കേസുകളും ഒന്നിനു പിന്നാലെ ഒന്നായി വന്നിട്ടുണ്ട്. അതിലൊക്കെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ആകെ നമ്മൾ കണ്ട നടപടി, ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റിയ സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള പ്രാരംഭ ജോലി ആരംഭിച്ചു പ്രധാനമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ. അതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വിധിക്ക് ഇനിയുള്ള പ്രാധാന്യം, ഇനി ഇതൊന്നും തകർന്നു പോയത് പുനഃസ്ഥാപിക്കുന്നതിനോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സംഭവങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് കഴിയില്ല. അതെല്ലാം കഴിഞ്ഞത് തന്നെ. പക്ഷേ ഈ വിധിയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് ഇത്ര കനത്ത ആഘാതമേൽപ്പിച്ച ആ വ്യക്തികൾ, പ്രതികളാക്കപ്പെട്ടവർ,
അവർ കുറ്റം ചെയ്തവരായി കോടതി കാണുന്നുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമുണ്ട്. അവരെ ശിക്ഷിക്കേണ്ടതിന് കഴിയില്ല നമുക്കറിയാം. കാരണം ഇപ്പോൾ ഇത് വിചാരണയ്ക്ക് 28 വർഷം വേണ്ടി വന്നെങ്കിൽ ഇനിയുണ്ടല്ലോ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെയായി ഒരു റൗണ്ട് പൂർത്തിയാക്കി വരുമ്പോഴേക്ക് ഈ പ്രതികളിൽ ആരും തന്നെ അവശേഷിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ആർക്കും ശിക്ഷയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ അന്ന് സംഭവിച്ചത് എന്ത്, അതിന് ഉത്തരവാദികൾ ആര്, അവരെ ക്രിമിനൽ കുറ്റവാളികളായി ക്രിമിനൽ കുറ്റം ചെയ്തവരായി നമ്മുടെ കോടതിക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പറഞ്ഞ ആ പ്രധാനപ്പെട്ട, നേരത്തെ ഡോക്ടർ സമ്പത്തും ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോഴും വന്ന അത് തന്നെയാണ്. സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയതാണ് ഈ പറഞ്ഞ വിധത്തിൽ അസാധാരണമായൊരു ക്രിമിനൽ കുറ്റമാണ് ബാബറി മസ്ജിദ് തകർത്തതിലൂടെ സംഭവിച്ചത്. അതിൻ്റെ ഉടമസ്ഥത സംബന്ധിച്ച സിവിൽ വ്യവഹാരങ്ങളിലാണ് സുപ്രീം കോടതി പിന്നീട് മറ്റു ചില നിർദ്ദേശങ്ങൾ വെച്ചതും അത് ആ നിലയിൽ പരിഹരിക്കാൻ ചില നിർദ്ദേശങ്ങൾ വെച്ച് ആ നിലയിൽ കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. പക്ഷേ അപ്പോഴും സുപ്രീം കോടതി വിലയിരുത്തപ്പെട്ട അസാധാരണമായ ക്രിമിനൽ കുറ്റം, താങ്കൾ വിശേഷിപ്പിച്ച ആ സുപ്രീം കോടതിയുടെ കണ്ടെത്തലുണ്ടല്ലോ, ആ കണ്ടെത്തലിനെ ശരിവെച്ചുകൊണ്ട് ഈ CBI കോടതിക്ക്, ലക്നൗ CBI കോടതിക്ക് എത്രമാത്രം മുന്നോട്ട് പോകാനാകും? അസാധാരണമായ കുറ്റകൃത്യത്തിൽ പങ്കാളികളായ പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകാനാകും? അതോ അവർക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ കുറ്റവിമുക്തരാകുമോ? കോടതി എന്തു പറയുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിനു പിന്നിൽ വളരെ ആസൂത്രിതമായ ഗൂഢാലോചന മുതിർന്ന നേതാക്കൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയെന്ന CBIയുടെ കണ്ടെത്തൽ കോടതി ശരിവെച്ചാൽ അത് ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ച് അസാധാരണമായ ഒരു വലിയ സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുക. വളരെ ബോധപൂർവം ഇന്ത്യൻ മതേതരത്വത്തെ തകർക്കുന്ന ഒരു പശ്ചാത്തലത്തിന്, ഒരു സാഹചര്യത്തിന് അവർ വഴിമരുന്നിട്ടു, വഴിയൊരുക്കി എന്ന വിലയിരുത്തലിലേക്ക് രാജ്യം പോകുന്ന സാഹചര്യം. ഇത് രാജ്യത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധി പോലെ തന്നെ ആ നിലയ്ക്ക് താങ്കൾ പറഞ്ഞത് വെച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വളരെ പ്രാധാന്യമുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. കാരണം കാലതാമസമുണ്ടായി, കാലപ്പഴക്കമുണ്ടായി, 28 വർഷം, അതെല്ലാം എല്ലാവരും ഒരുപോലെ തുറന്നു തീർക്കുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ 28 വർഷത്തിന് ശേഷവും ഈ വിധി വരുന്നതിൻ്റെ രാഷ്ട്രീയമായ, ചരിത്രപരമായ, സാമൂഹ്യപരമായ പ്രസക്തി വളരെ വലുതല്ലേ? അല്ല, ഏത് കോടതി ഏതെല്ലാം രീതിയിൽ വിധി എഴുതിയാലും, ഇത് എഴുതിത്തള്ളിയാലും അവസാനിപ്പിച്ചാലും വെറുതെ വിട്ടാലും, പ്രതികളെ വെറുതെ വിട്ടാലും, അയോധ്യ എന്നത്, അയോധ്യയിലെ ആ ബാബറി മസ്ജിദ് തകർത്ത സംഭവം, അത് രാജ്യത്തിനും ജനങ്ങൾക്കും വളരെ പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിൻ്റെ ആഘാതവും പ്രത്യാഘാതവും ഇനി കുറേ കാലം കൂടി നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു അത്. ഇവിടെ സാധാരണ ഒരു CBI കേസ് പോലെ അന്വേഷിച്ച് തെളിവുകൾ ശേഖരിച്ച് ഒന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. കാരണം അന്ന് ആ ഡിസംബർ 6-ന് അവിടെ സംഭവിച്ചത് എന്ത് എന്ന് നമ്മളൊക്കെ അന്ന് ഇതുപോലെ ലൈവ് ടെലികാസ്റ്റിലായിരുന്നെങ്കിലും നമ്മളതൊക്കെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. പ്രതികൾ പോലും കുറ്റം നിഷേധിക്കാത്ത ഒരു കാര്യമാണത്. ഉമാഭാരതി ആയാലും മുരളി മനോഹർ ജോഷി ആയാലും അങ്ങനെ ഉള്ള ആരാണെങ്കിലും അവരാരും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. കാരണം അതൊക്കെ അവരുടെ ഒരു ഖ്യാതിയുടെ ഭാഗമായി, ക്രെഡിറ്റായി അവരെടുത്തിരിക്കുന്നത്, ഒരു ബഹുമതിയായി ആണ് അവരെടുത്തിരിക്കുന്നത്. ഉമാഭാരതി ഇപ്പോഴും പറഞ്ഞല്ലോ, അവരെ BJPയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ പറഞ്ഞതും എന്നെ ഒഴിവാക്കിക്കോളൂ, എന്നെ അവർ അയോധ്യയിൽ തൂക്കിക്കൊല്ലട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു രക്തസാക്ഷി പരിവേഷം അണിയുന്നതിന് അവർ കാത്തിരിക്കുകയാണ് എല്ലാവരും തന്നെ പ്രതികൾ. അങ്ങനെയുള്ള ഒരു കേസിൽ എന്താണ് സംഭവിച്ചത് എന്നെല്ലാവർക്കും അറിയാം, ആരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു കേസിൽ CBI ഇത്രയും കാലം, CBIയും CBI കോടതിയും ഒക്കെ ചേർന്ന് ഇത്രയും കാലം കൊണ്ടുപോയി, ഇനിയിപ്പോൾ വിധി വരുമ്പോൾ എന്തായിരിക്കാം വരാൻ പോകുന്നത് നമുക്കറിയില്ല. ഒരുപക്ഷെ പ്രതികളെ വെറുതെ വിട്ടേക്കാം. അതിനൊന്നും എല്ലാമുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ വന്നാൽ ഈ സിസ്റ്റത്തെക്കുറിച്ച്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ ജനങ്ങൾ, വി ദ പീപ്പിൾ എന്നാണല്ലോ പറയുന്നത്, നമ്മൾ ജനങ്ങൾ എന്താണ് കരുതേണ്ടത് എന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു വലിയ സാധ്യതയും ആ സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത്. ശ്രീ PV തോമസ്, ഞാൻ നേരത്തെ താങ്കളോട് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ ബാബറി മസ്ജിദ് തകർത്ത കാലം കോൺഗ്രസിന് സൃഷ്ടിച്ചൊരു വലിയ ആഘാതമുണ്ട്. അതിനുശേഷം ഈ വിധി വരുന്ന കാലത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വവും സംഘടനാ ശേഷിയും യാദൃച്ഛികമാം വിധം വീണ്ടും ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരത്തിലല്ലേ കാര്യങ്ങളുള്ളത്? അതാണ് ഞാൻ നേരത്തെ താങ്കളോട് ഒരു ചോദ്യം റിസർവ് ചെയ്തു വെച്ചത്. അതെ, 92-ന് ശേഷം എന്താണ് കോൺഗ്രസിൻ്റെ ഭാവി? UPയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന എല്ലാ വോട്ട് ബാങ്കുകളും നശിച്ചുപോയി.
മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ ദളിതർ, ഇവരെല്ലാവരും പോയി. നമുക്ക് പറയാൻ പറ്റും, സമാജ്വാദി പാർട്ടി വന്നു, BSP വന്നു, മായാവതിയുടെ എല്ലാം വോട്ട് കൊണ്ടുപോയെന്ന് പറയാം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസിൻ്റെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു സംഭവമായിരുന്നു ഈ ബാബരി മസ്ജിദ് ഭേദനം. കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആയിരുന്നല്ലോ കേന്ദ്രത്തിൽ, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള കാര്യം ആ ഒരു ഭരണം ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതുപോലെ ഓരോ കാര്യങ്ങളിലൂടെയും പോയി. അതുപോലെ ഇപ്പോൾ ദ്രവിച്ച് വന്നിട്ട് 2014 40 സീറ്റിനേക്കാൾ ഇപ്പോൾ എത്ര സീറ്റായി? ആ സീറ്റിൽ തന്നെ 52 ആയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ നേതാക്കന്മാരില്ല, അനുയായികളില്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ല. എത്ര സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നുണ്ട്? അപ്പോൾ കോൺഗ്രസ്സിന് പറ്റുന്ന പരാജയം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ മാത്രം പരാജയമല്ല, പക്ഷേ അതിൻ്റെ ആശയപരമായിട്ട് വന്നിരിക്കുന്ന ചോർച്ച, അതിൻ്റെ അടിസ്ഥാനപരമായ തത്വസംഹിതകളിൽ വന്നിരിക്കുന്ന മാറ്റം, വെള്ളം ചേർക്കൽ, ഉദാഹരണമായിട്ട് മതേതരത്വം. ഈ സോഫ്റ്റ് ഹിന്ദുത്വം കൊണ്ട് രാജീവ് ഗാന്ധി പറ്റി നോക്കിയതാണ്. അതായത് ബാബരി മസ്ജിദിലെ ഹിന്ദുക്കൾക്ക് വർഷിപ്പ് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തു. അതിനുശേഷം 1989 ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ശിലാന്യാസം നടത്താനുമായിട്ട് VHPക്ക് അനുവാദം കൊടുത്തു. അതിനുശേഷം നിർത്തിവെച്ചു. ഒരു ഡബിൾ എഡ്ജ് കളിയായിരുന്നു കളിച്ചത്. അതായത് ശിലാന്യാസം നടത്തുമ്പോൾ ഹിന്ദുക്കൾ സഹകരിക്കും, അവർക്ക് സന്തോഷമാകും. നിർത്തിവെക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് സന്തോഷമാകും എന്നെല്ലാമുള്ള ഈ ചെറിയ ചെറിയ കളികളും കുതന്ത്രങ്ങളും തന്ത്രങ്ങളുമായിട്ട് പോയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ അവസ്ഥ തകർന്നു പോയി. അതിനുശേഷം നമുക്ക് ഓരോ കാര്യങ്ങളും പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും എന്തൊക്കെയാണ് സംഭവിച്ചത്. 2 ഗവൺമെൻറ്റുകളെ കോൺഗ്രസ് താഴെയിട്ടില്ലേ. അതായത് VP സിംഗിൻ്റെ ഗവൺമെൻറ് ശരി അഡ്വാനി ഇതാണ് BJP ആണ് താഴെയിട്ടത്. പക്ഷേ അതിനുശേഷം വന്ന ദേവഗഡ ഗവൺമെൻറ്റിനെയും ഇന്ദ്രകുമാർ ഗുജറാളിൻ്റെ ഗവൺമെൻറ്റിനെയും താഴെയിട്ടു. അവരുടെ സഖ്യകക്ഷിയായി നിന്നാണ്, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്താണ് ഉണ്ടായി. അങ്ങനെ അതിൻ്റെ പ്രസക്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന വിള്ളലും ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് 23 മുതിർന്ന നേതാക്കന്മാർ, ഗുലാം നബി ഉൾപ്പെടെ 23 മുതിർന്ന നേതാക്കന്മാർ ഒരു കോൺഗ്രസിലേക്ക് ഇന്നർ പാർട്ടി ജനാധിപത്യം പ്രസിഡന്റ് തിരഞ്ഞെടുക്കണം എന്നെല്ലാം പറയുകയാണ്. പക്ഷേ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. കുടുംബം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുകയും ചെയ്യും, പക്ഷേ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറുമില്ല. അങ്ങനെയുള്ള ഒരു ജീർണിച്ച രാഷ്ട്രീയമാണ് ഇന്ന് കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാനങ്ങളിലുണ്ട്. സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലുണ്ട്. സൗത്ത് ഇന്ത്യയിലെ 130 സീറ്റുകളുള്ള ലോക്സഭയിൽ സീറ്റുകളുള്ള സൗത്ത് ഇന്ത്യയിലെ 6 തമിഴ്നാട്ടിലില്ല, ആന്ധ്രാപ്രദേശിലില്ല, തെലുങ്കാനയില്ല, കേരളത്തിലുണ്ട്, കർണാടകയിലുണ്ട്, പേരിന് മാത്രം. അതായത് അധികാരം വേണമെങ്കിൽ തിരിച്ചും മറിച്ചും വരാവുന്ന രീതിയിലുള്ള അതുണ്ട്. നേരെ മറിച്ച് മധ്യേന്ത്യയിലേക്ക്, ഹിന്ദു ഹൃദയഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മധ്യപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ഗുജറാത്തിലോ ഉത്തർപ്രദേശിലോ പിന്നെ ബംഗാളിലോ ഒന്നും കോൺഗ്രസിനില്ല. പഞ്ചാബിലുണ്ട്, ഛത്തീസ്ഗഡും അതുപോലെ തന്നെ ജാർഖണ്ഡിലുമുണ്ട്. ഇങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ, ചെറിയ സംസ്ഥാനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് ഇന്ന്. ആ കോൺഗ്രസ് അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ വെള്ളം ചേർത്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ബാബരി മസ്ജിദ് പറയുന്നത്. ഡയറക്റ്റായിട്ട് അല്ലെങ്കിലും തീർച്ചയായിട്ടും വന്ന് കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ വേണമെങ്കിൽ അത് തടയാമായിരുന്നു. അത് തടഞ്ഞില്ല. ഇതൊക്കെ കാണുന്ന ജനങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഇതുപോലെയുള്ള ഓരോ ഒത്തുകളികളും ഒളിച്ചുകളികളും കാണുവാൻ സാധിക്കും, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കാണുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ അവസ്ഥയായിട്ടാണ് ഇപ്പോൾ ശ്രീ PV തോമസ് സൂചിപ്പിച്ചതുപോലെ ഈ ബാബറി മസ്ജിദ് തകർത്ത കാലം മുതൽ ഇങ്ങോട്ട് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമാണ് സംഘ് പരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ മൃദു ഹിന്ദുത്വ നടപടികൾ കൊണ്ട് നേരിടാം എന്നുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചനകൾ പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നത് കണ്ടതാണ്. അത് ഇപ്പോഴും ആവർത്തിക്കുന്നു എന്നുള്ള വിമർശനമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണമാണ് പല കോണിൽ നിന്നും ഉയരുന്നത്. ഇപ്പോഴത്തെ അടക്കം അവസ്ഥ അതിൻ്റെ പ്രതിഫലനമാണ് എന്ന് പറയുന്നു. ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ സംഘടനാപരമായ ദൗർബല്യങ്ങളെ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ഈ BJP സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ പ്രതിരോധിക്കുന്നതിലൊക്കെ വരുത്തുന്ന വലിയ ദൗർബല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള സംഘടനാപരമായ വീഴ്ചകൾ, ഇതെല്ലാം അടങ്ങുന്ന കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിലുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വഴിമരുന്നിട്ട അന്നത്തെ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രി PV നരസിംഹറാവു, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഒക്കെ വലിയ തോതിൽ വിമർശന വിധേയമായിട്ടുള്ളതാണ്. ആ കോൺഗ്രസ് ഇന്ന് സംഘടനാപരമായി അതേ ദൗർബല്യത്തോടു കൂടി തന്നെ മറ്റൊരു തരത്തിൽ നിൽക്കുന്നു എന്ന വിമർശനവും നിരീക്ഷണവുമാണ് ശ്രീ PV തോമസ് ഇക്കാര്യത്തിൽ നടത്തിയത്. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ശരത്ത് ചേരുന്നുണ്ട്. വിധി പ്രസ്താവം തുടങ്ങിയെന്ന വിവരമാണല്ലോ ശരത്ത് വരുന്നത്. ശരത്ത് ചോദ്യം ആവർത്തിക്കാമോ? വിധി പ്രസ്താവം തുടങ്ങിയെന്നാണല്ലോ പറയുന്നത്.
കോടതി നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. വിധി വായിക്കുന്നതിലേക്ക് കടന്നതായുള്ള ഒരു സ്ഥിരീകരണം. വാർത്താ ഏജൻസികൾ കോടതിയിൽ മാധ്യമങ്ങൾക്ക് കനത്ത നിയന്ത്രണമാണ്. 1-2 വാർത്താ ഏജൻസികൾക്ക് മാത്രമാണ് ഈ ഒരു കോടതി നടപടികൾ ലൈവായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയുള്ളത്. അവർ ഔദ്യോഗികമായി ഇത്തരത്തിൽ വിധി പ്രസ്താവം തുടങ്ങി എന്നുള്ള നിലയിലുള്ള ട്വീറ്റോ പ്രതികരണങ്ങളോ നടത്തിയിട്ടില്ല. പക്ഷേ കോടതി നടപടികൾ ആരംഭിച്ചു എന്നുള്ള ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. വലിയ ഒരു കാത്തിരിപ്പ് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 10 മണിക്കും 11 മണിക്കും ഇടയിലുള്ള സമയത്ത് വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 12 മണിയാകുമ്പോഴാണ് കോടതി വിധി പറയുന്ന നടപടിയിലേക്ക് കടക്കുന്നത്. ഏതായാലും വിപുലമായ ഒരു വിധി തന്നെ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 3 വർഷമായി വലിയ തോതിൽ രേഖകൾ പരിശോധിക്കുകയും അതുപോലെ തന്നെ 351ഓളം സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു വലിയ വിപുലമായ ഒരു വിധി തന്നെയായിരിക്കും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. പക്ഷേ കോടതിയിൽ ഫിസിക്കൽ ആയി കോടതി ഈ വിധി പറയുന്ന ഘട്ടത്തിൽ അതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് മാത്രമേ വായിക്കുകയുള്ളൂ. അഥവാ പ്രതികൾ കുറ്റക്കാരാണെങ്കിൽ അവർ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരെന്നും അതോടൊപ്പം തന്നെ അവർക്ക് ശിക്ഷയുണ്ടെങ്കിൽ ആ ശിക്ഷ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള ഓപ്പറേറ്റീവ് പാർട്ട് മാത്രമേ കോടതിയിൽ കോടതി വായിക്കുകയുള്ളൂ. മറ്റ് വിശദാംശങ്ങളൊക്കെ തന്നെ വിധിയുടെ പൂർണ്ണരൂപം ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ കോടതിയിലുള്ള ആളുകൾ 26 പ്രതികളാണ് കോടതിക്കകത്തുള്ളത്. ഇല്ലാത്ത പ്രതികളുടെ പേര് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. LK അദ്വാനി, ഉമാ ഭാരതി, മുരളി മനോഹർ ജോഷി, കല്യാൺ സിംഗ്, നൃത്യഗോപാൽ ദാസ്, സതീഷ് പ്രധാൻ, ഇവർ 6 പേരുമാണ് ഇപ്പോൾ ഈ ഒരു കോടതിയിൽ ഇല്ലാത്തത്. ഇതിൽ തന്നെ LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും ഉമാ ഭാരതിയും വീഡിയോ കോൺഫറൻസ് വഴി ഈ കോടതി നടപടികളുമായി സഹകരിക്കും എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ഉള്ളത്. അവരുടെ പ്രായാധിക്യം, കോവിഡ് ഇവയൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ആ കാര്യത്തിൽ ഈ പ്രതികളെ നേരിട്ട് ഹാജരാകുന്നതിൽ ചെറിയ ഇളവ് കോടതിയുടെ ഭാഗത്തു നിന്ന് നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ അപ്പോൾ പോലും സതീഷ് പ്രധാൻ, ശിവസേന നേതാവായിരുന്ന, അന്ന് നോർത്ത് ഇന്ത്യയിൽ ശിവസേനയുടെ പ്രമുഖ നേതാവായിരുന്ന സതീഷ് പ്രധാൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. അദ്ദേഹവും പ്രായക്കൂടുതലുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഹാജരാകുന്നതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും രാവിലെ വരെ ഉണ്ടായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് അദ്ദേഹവും ഹാജരാകുന്നില്ല എന്നുള്ള വിവരം ലഭിച്ചിട്ടുള്ളത്. ഏത് നിമിഷവും ഇനി വിധിയുടെ വിധിയുടെ ഉള്ളടക്കം ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ചരിത്രത്തിലേക്ക് മടങ്ങി വരാം. നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ശ്രീ സമ്പത്ത്, ഇപ്പോൾ സുപ്രീം കോടതി, നമ്മൾ സംസാരം തുടങ്ങിയത് അവിടെ നിന്ന് തന്നെയാണ്. സുപ്രീം കോടതിയുടെ ആ വളരെ പ്രസക്തമായ നിരീക്ഷണം, അത് ഈ കേസിൻ്റെ വിധി കാത്തിരിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയല്ലേ? അതൊരു ക്രിമിനൽ കുറ്റമാണ്, അസാധാരണമായ ഒരു ക്രിമിനൽ നടപടിയാണ് ആ മസ്ജിദ് തകർക്കുന്നതിലൂടെ സംഭവിച്ചത് എന്ന് രാജ്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പരമോന്നത നീതിപീഠം പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ലേ സ്വാഭാവികമായി ആരും ഈ കോടതി എന്തു പറയും എന്ന്, അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വിധിയാണ് വരാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കാത്തിരിക്കുമ്പോഴും സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ അതിനകത്ത് നിന്നുകൊണ്ടുള്ള ഒരു കുറ്റകൃത്യമാണ് എന്നൊരു പൊതുബോധം സുപ്രീം കോടതി തന്നെ രാജ്യത്തിന് മുമ്പിൽ ഇത് സൃഷ്ടിച്ചു കഴിഞ്ഞല്ലോ. അത് ഈ കോടതിയുടെ വിധിപ്രസ്താവത്തെ സ്വാധീനിക്കാനുള്ള വലിയ സാധ്യത തള്ളിക്കളയാവുന്നതാണോ? ഞാനത് വീണ്ടും ചോദിക്കുകയാണ്. നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പോൾ അത് വീണ്ടും ആവർത്തിച്ച് നമ്മുടെ മുമ്പിലേക്ക് ഈ വിഷയം ഉന്നയിച്ചല്ലോ. താങ്കളുടെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പക്ഷേ ഉറപ്പിച്ചൊരു ഉത്തരം പറയാൻ പറ്റാത്ത പശ്ചാത്തലം ഉണ്ടെന്ന് എനിക്കറിയാം. അതെ, അങ്ങനെ കാരണം ഇത് ആ വിധിന്യായം മുഴുവൻ വരുന്നതിന് മുമ്പ് അങ്ങനെ പറയാനായി കഴിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം പറയാം. കോൺഗ്രസ്സുകാരായ ചില ചങ്ങാതിമാരെങ്കിലും ഇപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇവരിൽ കുറേ ആളുകളെങ്കിലും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു, എന്നാൽ ഇവർക്കാർക്കും ശിക്ഷ നൽകുന്നില്ല എന്ന ഒരു വിധിന്യായമായിരിക്കും കുറേ കോൺഗ്രസ് നേതാക്കളുടെയെങ്കിലും മനസ്സിലുണ്ടാവുക. ഇത് വാസ്തവത്തിൽ ഇത് കോൺഗ്രസിൻ്റെ നേതാക്കൾ തുറന്നു വിട്ടൊരു ഭൂതമാണിത്. അവരുടേതായിട്ടുള്ള രഥയാത്ര, ആ ശിലാന്യാസം, ബാബറി മസ്ജിദ് തകർക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് തടയുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നത്, ഇതെല്ലാം ഇത് തുടക്കം എന്നത് CRPC 125യുമായി ബന്ധപ്പെട്ട് ജീവനാംശത്തിൻ്റെ കേസ്, ഷബാന ബീഗം കേസ് അത് വന്നപ്പോൾ ആ CRPC 125 വകുപ്പ് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി യശസ്വരീനായ ശ്രീ രാജീവ് ഗാന്ധി അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ അങ്ങനെ ചെയ്തപ്പോൾ അതൊരു പക്ഷേ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഒരു വിഭാഗത്തെ അത്തരത്തിൽ കയ്യിലെടുക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യാമോഹിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായി മറുവശത്ത് അങ്ങനെയാണ് എങ്കിൽ ഇത്തരത്തിൽ ഒരു ഹിന്ദുത്വവാദം ഉന്നയിക്കുന്ന ഹിന്ദു തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഹിന്ദു മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് അവർ വിട്ടുപോകാതെ ഇരിക്കാൻ
കോൺഗ്രസിനോട് അവർ ഒരു അങ്ങനെ അവരിൽ നിന്ന് അകന്നു പോകാതെ ഇരിക്കാൻ കൂടെ നിർത്താൻ വേണ്ടി ഇത്തരത്തിലൊരു കാര്യം ചെയ്തതാകാം. അതെല്ലാം തന്നെ വാസ്തവത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പിതാവ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ പണ്ഡിറ്റ്ജിയുടെ കാലത്തെടുത്ത ധീരമായ നിലപാടിൻ്റെ തലതിരിച്ചുള്ള നിലപാടായിരുന്നു. ശ്രീ പി വി നരസിംഹറാവു പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഇത് കൊണ്ടുവന്ന് എത്തിച്ചത് അനിവാര്യമായ ദുരന്തത്തിലേക്കും കൂടിയാണ്. ഇപ്പോൾ ഇനി RSSും അതുപോലെ തന്നെ ഇന്നിപ്പോൾ വിധി എന്തോ ആവട്ടെ, വാരണാസിയിലെ പള്ളി, മധുരയിലെ പള്ളി, ഇതെല്ലാം തന്നെ നേരത്തെ ലാക്ക് വെച്ചിട്ടുള്ളതാണ്. മധുരയിലെ പള്ളിക്കെതിരായി നിയമ നടപടികളുമായി ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. മധുരയിലെയും വാരണാസിയിലെയും പള്ളികൾ മാത്രമല്ല, ഇപ്പോൾ താജ്മഹലിൻ്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെടുന്നതും അതിന് വേറെ ന്യായങ്ങളും അതിന് ചരിത്രപരമായ പുതിയ ഐതിഹ്യങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നത് പോലെ ഈ രാജ്യത്ത് തങ്ങൾക്ക് അത്തരത്തിൽ തങ്ങൾ പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ഇതര മതസ്ഥരുടേതായ ആരാധനാലയങ്ങൾ ആ വിധത്തിൽ അത് പൂർണ്ണമായി നശിപ്പിക്കുന്നതിനും അവിടെ തങ്ങൾ വിവക്ഷിക്കുന്ന നിലയിലുള്ള ആരാധനാലയങ്ങൾ നിർമ്മിക്കുന്നതിനും വേണ്ടി ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾ ആളുകൊണ്ടും അർത്ഥം കൊണ്ടും അധികാരം കൊണ്ടും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു വിത്തുപാകലായിരുന്നു കോൺഗ്രസ്സുകാരുടെ കാലത്ത്, നനച്ചു കൊടുക്കലായിരുന്നു, അതിനെ പരിപോഷിപ്പിക്കലായിരുന്നു നടന്നത്. ഇന്ന് ഈ വിധിന്യായം കുറ്റവാളികളെ ആ അർഹമായ നിലയിലേക്ക് ആ കുറ്റവിചാരണ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മുടെ വക്കീലന്മാരുടെ ഭാഷ അത് ഒരു മാതൃകയാവുന്ന നിലയിലേക്ക് പ്രൊസീഡിംഗ്സ് എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതായത് വിധി പ്രസ്താവം തുടങ്ങി എന്ന നിലയിൽ കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതാണ് വരുന്ന വിവരം. നേരത്തെ ശരത്ത് അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ വാർത്താ ഏജൻസികളുടെ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് കോടതിയിലുള്ളത്. അവിടെ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ സത്യത്തിൽ ഈ കാര്യത്തിൽ ഇത്തരം നടപടികൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ജനാധിപത്യപരമായ അത്തരം ഒരു ആഗ്രഹം വെച്ചു പുലർത്തുന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഇങ്ങനെ സംഭവിക്കരുത്. ഇന്ത്യൻ മതേതരത്വത്തെ തകർക്കുന്ന മതരാഷ്ട്രവാദം ശക്തമായി മതരാഷ്ട്രീയം ശക്തിപ്പെടാതിരിക്കണമെങ്കിൽ അതിന് ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ അതിന് സാധ്യമാകുന്ന ഒരു വിധി സ്വാഭാവികമായും ഇത്തരം ക്രിമിനൽ നടപടികൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, നേരത്തെ സമ്പത്ത് പറഞ്ഞാൽ പല പുതിയ അവകാശവാദങ്ങളും അത് കാശിയിലും മധുരയിലും ഒക്കെ ഉയരുന്നുമുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ തടയാൻ കഴിയുന്ന വിധികൾ നമ്മുടെ കോടതികളിൽ നിന്ന് അടക്കം വേണ്ടതല്ലേ? അത് തീർച്ചയായും നമ്മുടെ കോടതികളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ മാതൃകാപരമായ ശിക്ഷ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ രാഷ്ട്രത്തിന് ഒരു പാഠം പഠിക്കുന്നതിനുള്ള അവസരം എന്ന നിലയിലുള്ള ഒരു വിധിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കോടതിയിൽ നിന്നുണ്ടാകുമല്ലോ എന്ന് നമുക്കിപ്പോൾ അറിയാം. അതോടൊപ്പം BJP ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അഡ്വാനിയെ സംബന്ധിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള വഴി വെട്ടുന്നതിനാണ് അദ്ദേഹം രഥയാത്ര നടത്തിയതും അയോധ്യ ഒരു വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്നതും ബാബറി മസ്ജിദ് തകർക്കുന്നതിന് നേതൃത്വം നൽകിയതും. പക്ഷേ വാസ്തവം അദ്ദേഹത്തിന് ആ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. ഒടുവിൽ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് വാസ്തവത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അയോധ്യയുടെ പേരിലായിരുന്നില്ല. അതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഹിന്ദു ഏകീകരണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വോട്ട് കിട്ടിയാൽ മതിയായിരുന്നു. 32% വോട്ടാണുള്ളത് അദ്ദേഹത്തിന് കിട്ടിയത്. അത് 5 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോഴും 6-7% മാത്രമാണ് വോട്ട് കൂടിയത്. അതും അയോധ്യയുടെ പേരിലായിരുന്നില്ല, മറിച്ച് ഒരു ബദൽ ഇല്ലാതെ പോയി. കോൺഗ്രസിൻ്റെ ബലഹീനത BJPയുടെ ശക്തിയായി മാറി എന്നേ ഉള്ളൂ. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. അധികാരത്തിലേക്ക് വരുന്നതിന്, അധികാരം നിലനിർത്തുന്നതിന് ഇതൊന്നുമല്ല മാർഗം. ഇതൊന്നും ശരിയായ മാർഗമല്ല. ഈ വർഗീയതയും മതഭ്രാന്തും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കേണ്ടത് എന്ന പാഠം BJPക്കും പഠിക്കുന്നതിന് ഈ വിധി അവസരമാകും എന്ന് ഞാൻ കരുതുന്നുണ്ട്. മൊത്തത്തിൽ നമ്മെ സംബന്ധിച്ച് ഒരു 1/4 നൂറ്റാണ്ടിന് മേലെയായി നമ്മെ വല്ലാതെ മഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ആ വിഷയത്തിൽ ഒരു വീണ്ടും വിചാരത്തിന് ചില മനസ്താവും പശ്ചാത്താപവും ഒക്കെ ആവശ്യമുള്ളവർക്ക് അത് ചെയ്യുന്നതിന് ഒക്കെയുള്ള അവസരമായി ഈ വിധി മാറുമോ എന്നൊരു കൗതുകമാണ് ഇപ്പോൾ എനിക്കുള്ളത്. പക്ഷെ അത് പറയുമ്പോഴും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 84 രാമജന്മഭൂമി മുക്തി യജ്ഞ സമിതി വരുന്നു. അത് പിന്നീട് സംഘ് പരിവാർ പതിറ്റാണ്ടുകളായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിൻ്റെ ഒരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് BJP രാഷ്ട്രീയമായി ഇതിനെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഏറ്റെടുത്ത് ഈ 84 ഇത് കുറെ കൂടി ഗൗരവമായി വരുന്ന ഘട്ടത്തിൽ BJPക്ക് 2 MP-മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. 89 അത് വർദ്ധിക്കുന്നു. 90 താങ്കൾ പറഞ്ഞ ഈ രഥയാത്രയുടെ വരവ്. 91 ഏതാണ്ട് 120 MP-മാരുടെ കിട്ടുന്നു. 96 ആകുമ്പോഴേക്കും അത് ഈ പറഞ്ഞ 161 സീറ്റായി വർദ്ധിക്കുന്നു. അപ്പോൾ
അടിസ്ഥാനപരമായി എം പിമാരെ വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയമായി വളരുന്നതിനും സംഘ്പരിവാർ രാഷ്ട്രീയത്തിൽ ഈ അയോധ്യ രാമജന്മഭൂമി പ്രശ്നം വളരെ പ്രധാനപ്പെട്ട നിലയിൽ തന്നെയാണ് അവർ വിലയിരുത്തിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ പോലത്തെ ഒരു തിരിച്ചറിവിൻ്റെ പാഠത്തിനുള്ള ഒരു പിന്നീട് ഈ ബി ജെ പിയുടെ പുതുതലമുറ നേതൃത്വം വന്നതോടുകൂടി, ഇപ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൈകളിലേക്കൊക്കെ ബി ജെ പി നേതൃത്വം വന്നതോടുകൂടി അതിൻ്റെ പുതിയ സാധ്യതകളിലേക്ക് മാറുക കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ സാധ്യതകൾ, അതിൻ്റെ ഒരു പരീക്ഷണ പാഠശാലയായി അവർക്ക് മുമ്പിൽ അയോധ്യ നിൽക്കുക തന്നെയാണ്. അവിടെയാണ് ഇതിൻ്റെ അടുത്ത സാധ്യത തേടലായി ഈ കാശിയും അതുപോലെ തന്നെ മധുരയും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയോ അല്ലെങ്കിൽ ആ രാഷ്ട്രീയമോ സംഘ്പരിവാറിന് ഉപേക്ഷിക്കാനേ കഴിയില്ല. അത് 1984 BJP അയോധ്യ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുമ്പോൾ അവർക്ക് ലോക്സഭയിലുണ്ടായിരുന്ന 2 എംപിമാരായിരുന്നു. അത് അവിടെ നിന്ന് പടിപടിയായി ക്രമാനുഗതമായുള്ളൊരു വളർച്ച ആ പാർട്ടിക്കുണ്ടായി. ഇപ്പോൾ അധികാരത്തിലെത്തി. അതിന് അയോധ്യ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് ആലോചിക്കേണ്ട, പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞത്, അങ്ങനെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം ഇന്ത്യയിലെ മൊത്തം ഹിന്ദുക്കളെ ആകർഷിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഈ 32% വോട്ട് മതിയാകുമായിരുന്നില്ല, അതിൽ കൂടുതൽ വോട്ട് കിട്ടണമായിരുന്നു. അപ്പോൾ ഇതല്ല ശരിയായ മാർഗം എന്നുള്ള ഒരു വീണ്ടും വിചാരത്തിന് ആ പാർട്ടിയെ, പ്രത്യേകിച്ച് ആ പാർട്ടിയിലെ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിധി ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അത് പറയുമ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അയോധ്യ കഴിഞ്ഞല്ലോ. ശ്രീ പി വി തോമസ്, ആ നിരീക്ഷണം വളരെ മോഡറേറ്റായി ബി ജെ പി പഠിക്കേണ്ട ചില പാഠത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ നിലയിലാണോ ബി ജെ പി ഈ നേട്ടങ്ങളെ കാണുക? നേട്ടമായി തന്നെയല്ലേ അവർ കാണുക? ഇപ്പോൾ നമ്മളൊരു 31% വോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം നോക്കൂ. അതുപോലെ തന്നെ 2019 വരുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് 31-32% നിന്ന് ഏതാണ്ട് 37% മാറിയിട്ടുണ്ട്. സീറ്റുകളുടെ എണ്ണം നോക്കൂ, 303 സീറ്റിലേക്ക് മാറുന്നു. സീറ്റായി കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതാണ് അവർ കാണുന്ന ഒരു രാഷ്ട്രീയ നേട്ടം. പ്രതിപക്ഷം ദുർബലമാകുന്നു. അപ്പോൾ അടിസ്ഥാനപരമായി ഈ വളർച്ചയ്ക്ക് LK അദ്വാനിയിലൂടെ സംഘ്പരിവാർ സംഘടനകളിലൂടെ തുടക്കം കുറിച്ച ഈ വിഷയത്തിൻ്റെ സാധ്യത ഒരു വലിയ വിജയ മോഡലായി തന്നെയല്ലേ സംഘ്പരിവാർ കാണൂ? തീർച്ചയായിട്ടും ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പരിപൂർണമായിട്ടും യോജിക്കുന്നില്ല എന്ന് പറയുന്നില്ല, യോജിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതിനോട് അല്പം വിയോജിപ്പുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അയോധ്യ ആയിരിക്കുകയില്ല BJP അധികാരത്തിൽ കൊണ്ടുവന്നതെന്ന് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറയുന്നു. പക്ഷേ അത് വലിയൊരു ഘടകമാണെന്നുള്ള കാര്യം അദ്ദേഹത്തിനും അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഈ 2 MPമാരുണ്ടായിരുന്ന പാർട്ടിക്ക് ഇതുപോലൊരു അധികാരത്തിൽ വരാൻ പറ്റിയില്ല. 96-ൽ 13 ദിവസത്തേക്ക് വന്നു, അതിനുശേഷം 98-ൽ വന്നു, പുറത്തു പോയെങ്കിലും 98-ൽ വീണ്ടും തിരിച്ചു വന്നു, പിന്നെ 2004-ൽ തോൽക്കുകയാണ് ഉണ്ടായത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ പറ്റുന്നുണ്ട്, നമ്മളിലേക്ക് പോകുന്നില്ല, ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ പാർട്ടി ഇന്ന് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുകയാണ്. അതായത് മാജിക് മാർക്കും കഴിഞ്ഞിട്ട് അവർക്ക് 282 സീറ്റ് 2019-ൽ കിട്ടി, 2014-ൽ കിട്ടി. ഇപ്പോൾ 303 സീറ്റുകൾ കിട്ടി. 1984-ൽ കോൺഗ്രസിൽ രാജീവ് ഗാന്ധിക്ക് കിട്ടുന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒറ്റ പാർട്ടിക്ക് ഭരിക്കാനായിട്ട് ഇവിടെ ഇത് കിട്ടുന്നത്. ഇതിൻ്റെ എല്ലാം പിറകിൽ ശരിയാണ് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്, ശരിയാണ്. എല്ലാ ഹിന്ദുക്കളും ഇതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ, അയോധ്യയെ പോലെ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 30% കിട്ടിയാൽ പോരായിരുന്നു. ബാക്കി ഛിന്നഭിന്നമായി പോയ വോട്ടുകൾ 69% മറ്റ് പാർട്ടികളിൽ പോയത്. അതൊക്കെ നമുക്ക് പറയാം, ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയാവുന്നതാണ്. എങ്കിൽ തന്നെയും എൻ്റെ ശക്തമായ വിശ്വാസം ഈ അയോധ്യയും രാമക്ഷേത്രവും BJPയെ ഒരു മെയിൻ ലൈൻ പാർട്ടിയിലേക്ക് മുമ്പിലേക്ക് വരുവാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ലീഡർഷിപ്പിൻ്റെ പ്രാധാന്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും എല്ലാമുണ്ട്, അതിനുള്ള ആർജവത്വം എല്ലാമുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങ് വെച്ചുള്ള വാക്കുവം, അതൊരു ശൂന്യത. ഇവിടെ കോൺഗ്രസ് പ്രധാന ദേശീയ പാർട്ടി കോൺഗ്രസ്സാണ്. ആ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരില്ല. കോൺഗ്രസിൻ്റെ അവസ്ഥ സംസ്ഥാനങ്ങളിൽ അവർക്ക് ഓർഗനൈസേഷൻ പോലുമില്ല പല സംസ്ഥാനങ്ങളിലും. അങ്ങനെയൊക്കെ നിൽക്കുന്നൊരവസ്ഥയിലാണ് BJP എമർജ് ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള എതിരാളികളുടെ ബലഹീനതയും അതുപോലെ തന്നെ അവർക്ക് വിളിക്കാനായിട്ടുള്ളൊരു ഹിന്ദുത്വ ഐഡിയോളജിയുടെ ഒരു പുഷും കൂടിയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ BJPയെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് സഹായിച്ചത്. അതിന് പകരം അതെല്ലാം ഓരോന്നായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അജണ്ട. അതായത് ആർട്ടിക്കിൾ 370, അതുപോലെ തന്നെ കാശ്മീരിൻ്റെ ബൈഫർക്കേഷൻ, അതിനെ യൂണിയൻ ടെറിട്ടറിയാക്കി മാറ്റിയിരിക്കുന്നത്, അതുപോലെ തന്നെ രാമക്ഷേത്രത്തിന് ശിലാസ്ഥാപനം കഴിഞ്ഞു. രാമക്ഷേത്രം യാഥാർത്ഥ്യവും 2023-ലെ UP ഇലക്ഷന് മുമ്പ്.
ഇതെല്ലാമാണ് 2024 ഇലക്ഷൻ ആകുമ്പോഴത്തേക്കും രാമക്ഷേത്രവും എല്ലാം ആയി കഴിയും. അപ്പോൾ ഒന്നൊന്നായിട്ട് പടിപടിയായിട്ട് RSSൻ്റെ അജണ്ട മോഡി നടപ്പിലാക്കുകയാണ്. അതാണ് BJPയുടെ അജണ്ട. 1989 പാലംപൂർ വെച്ച് ഓപ്പണായിട്ട് പറഞ്ഞതാണ്, കോൺക്ലേവിൽ പറഞ്ഞാണ് രാമക്ഷേത്ര നിർമ്മാണം BJPയുടെ അജണ്ടയാണെന്ന്. തീവ്ര ഹിന്ദുത്വ അജണ്ട BJPയുടെ ആധാരശില എന്ന് തന്നെ പറയാവുന്നതാണ്. പടിപടിയായ വളർച്ച നിലനിർത്താൻ കഴിയുമ്പോൾ തന്നെ പുതിയ സാധ്യതകളും പുതിയ അടവുകളും തന്ത്രങ്ങളും രാഷ്ട്രീയമായി പയറ്റിക്കൊണ്ട് അതിൻ്റെ മുഖ്യധാരയിൽ മുൻപന്തിയിൽ വെച്ചുകൊണ്ട് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ ഹിന്ദുത്വ രാഷ്ട്രവാദവും ഹിന്ദുത്വവാദവും നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ വാദഗതികളെ കൂടി ഇന്ത്യൻ മധ്യവർഗത്തെ കൂടെ നിർത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള തന്ത്രങ്ങൾ മാറുകയും അതാണ് യഥാർത്ഥ തന്ത്രം എന്ന് തോന്നിപ്പിക്കും വിധം ഹിന്ദുത്വവാദത്തെ മറച്ചുപിടിക്കാൻ പല ഘട്ടങ്ങളിൽ ആവശ്യമുള്ളപ്പോൾ മുൻപിലേക്ക് വെക്കാനും അല്ലാത്തപ്പോൾ എടുത്ത് പിന്നണിയിലേക്ക് മാറ്റാനും കഴിയുന്ന പലതര തന്ത്രങ്ങളിലൂടെയാണ് സംഘ് പരിവാറും അതുപോലെ BJPയും പോകുന്നത്. ആ നിലയിൽ ഓരോ ഘട്ടത്തിലും ഇതിന് അതിൻ്റേതായ ഒരു വലിയ സ്റ്റേക്ക് ഹോൾഡർ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സമ്പത്ത്, ഇന്ത്യൻ പ്രതിപക്ഷം ആ നിലയിൽ BJPയെ പ്രതിരോധിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു സമയത്ത് BJP തന്ത്രപരമായി വളരെ ആസൂത്രിതമായി തന്നെ അവരുടെ ഈ പ്രത്യയശാസ്ത്ര നീക്കം അത് നടത്തി തന്നെ മുന്നോട്ട് പോകുന്നില്ലേ? അത് നിഷേധിക്കേണ്ട കാര്യമാണോ, അല്ലെങ്കിൽ അതിനെ മറച്ചു വെക്കേണ്ട കാര്യമാണോ? അത് തുറന്ന് ചർച്ച ചെയ്ത് വിലയിരുത്തി ജനങ്ങളോട് പറയേണ്ടതാണോ? ആണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിൽ അതൊരു തീരെ നമ്മളൊരു രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല എങ്കിലും ഒരു കാര്യം ശരിയാണ്. അത് ശ്രീ രാജീവ് ഗാന്ധിക്ക് അദ്ദേഹത്തിൻ്റെ മാതാവിന് സംഭവിച്ച ദുര്യോഗം, സ്വന്തം അംഗരക്ഷകരാൽ വെടിവെച്ച് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഈ പിന്നീട് നടന്നൊരു തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കോൺഗ്രസ്സിനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒറ്റയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയായി ലോക്സഭയിൽ എത്തിക്കാനായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് നടക്കുന്നത് BJPക്കാണ്. അത് ഈ 16-ാം ലോക്സഭയിലും ഇപ്പോൾ ഈ 17-ാം ലോക്സഭയിലും അത്തരത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടാനായി കഴിഞ്ഞതാണ്. അതിനവർ ഉപയോഗിച്ചത് ഈ ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ഈ ഹിന്ദു എന്നതും ഹിന്ദുത്വ അജണ്ട എന്നുള്ളതും രണ്ടും കൃത്യമായി വ്യത്യസ്തമാണ് എന്നുള്ളത് ഈ പേര് പലതും തോന്നുമ്പോൾ ഇത് പറയുമ്പോൾ ഇതെല്ലാം സിനോണിമസായി തോന്നുന്നത് കൊണ്ട് അത്തരത്തിൽ ഈ സംഭവിച്ചു പോകാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ നേരത്തെ ഈ ചോദ്യത്തിൽ ഒരു കാര്യം, BJP ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശരിയാണ് ഒറ്റയ്ക്ക് അത്തരത്തിൽ അവർക്ക് മത്സരിച്ച് പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലയിൽ അത്തരത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഭൂരിപക്ഷം വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഭൂരിപക്ഷത്തിനപ്പുറം ആ സംസ്ഥാനത്തുള്ള ബഹുഭൂരിപക്ഷം ലോക്സഭാ സീറ്റുകളും നേടാനായി കഴിഞ്ഞ അസുലഭമായ ഭാഗ്യമുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ബീഹാർ BJPയുടേതായ കരുത്തുകൊണ്ടല്ല, ആ സംസ്ഥാനത്തെ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ തോളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു മുന്നണിയാണ് BJPക്ക് അത്തരത്തിൽ അവിടെ MP-മാരെ സംഭാവന ചെയ്തത്. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ നേരത്തെ പഞ്ചാബിൽ അവരുടെ സഖ്യകക്ഷി ശിരോമണി അകാലിദൾ ഇപ്പോഴത്തെ ഈ 3 കർഷക ബില്ലുകളുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച് അവരുടെ ഏക മന്ത്രി തന്നെ അവർ രാജിവെക്കുകയും പിന്നീട് അവർ NDA വിടുന്ന നിലയിലേക്കുള്ള നടപടികളിലേക്കും എല്ലാം വന്നത്. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോൾ തെക്കേ ഇന്ത്യയിൽ തന്നെ എടുത്താലും, തെക്കേ ഇന്ത്യയിൽ തമിഴ്നാട്ടിലായാലും അതല്ല ഇനി ഇത് ആന്ധ്രാപ്രദേശിലായാലും തെലങ്കാനയിലായാലും ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയുള്ള കാലത്ത് അവിടെ ശിവസേനയുമായി ചേർന്നുകൊണ്ടാണ് അത്തരത്തിൽ അവർ, അല്ലാതെ അവിടെ വാസ്തവത്തിൽ അവർ മണ്ണിൻ്റെ മക്കൾ വാദമെല്ലാം ഉന്നയിക്കുമ്പോഴും അവിടുത്തെ മറാത്ത വാദം ആ വിധത്തിൽ ശിവസേന കൈകാര്യം ചെയ്യുമ്പോൾ പണം BJPയുടെ കയ്യിലാണ്. പക്ഷേ അവരെ മഹാരാഷ്ട്രക്കാരായിട്ടല്ല അവർ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചില അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ. മഹാരാഷ്ട്രയിൽ ശിവസേനയും കടത്തിവെട്ടി BJPക്ക് മുന്നോട്ട് പോകാനാകുന്നു. ജാതി രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്തരേന്ത്യൻ ഹൃദയഭൂമികളിൽ കുറെ കൂടി മതരാഷ്ട്രീയവാദത്തെ ശക്തമാക്കാൻ, മതവർഗീയതയെ ശക്തമാക്കാൻ ഈ ബാബറി മസ്ജിദിന് ശേഷം സത്യത്തിൽ കഴിയുന്നില്ലേ BJPയെ സംബന്ധിച്ച്? ആ നിലയിൽ ഈ ബാബറി മസ്ജിദ് തകർക്കൽ എന്നുള്ളത് ഇന്ത്യൻ സമൂഹത്തിലും രാഷ്ട്രീയത്തിലും പ്രതിഫലിച്ചിട്ടുള്ളത് അപാരമായ തലങ്ങളിലാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണ് അതിൻ്റെ ഒരു ഡയമെൻഷൻ പോയിട്ടുള്ളത്. നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം എന്നുള്ള നിലയിലേക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന സംഭവം നടക്കുന്ന വേളയിൽ 1992 ഇതിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇങ്ങനെയുള്ള ഒരു പോക്കിലേക്കാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിരുന്നതും ഈ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ തകർക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇന്ത്യയിൽ കൃത്യമായ ഒരു സാമുദായിക ധ്രുവീകരണമാണ് BJP ആഗ്രഹിച്ചത്. അത് ജാതിയല്ല,
അതെ, ജാതി ജാതിയല്ല, സമവാക്യങ്ങളല്ല. ഇവിടെ വാസ്തവത്തിൽ ലോഹ്യയുടെ ഭാഷ കടമെടുത്താൽ നമ്മുടെ നാട്ടിൽ അതിന് കൃത്യമായി അങ്ങനെ തന്നെ നമുക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ലോഹ്യ പറഞ്ഞത് ഇന്ത്യയിൽ ഈ എന്താണ് ഇത് ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് അതിങ്ങനെ ഈ കട്ട പിടിച്ച വർഗത്തിൻ്റെ അങ്ങനെ ചില വിവക്ഷയാണല്ലോ അദ്ദേഹം നടത്തിയത്. അത് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അത്തരത്തിൽ ശരിയാണെന്ന് പറയും. എന്നാൽ ആ വിധത്തിലുള്ള ജാതി വർഗ അത്തരത്തിലുള്ള ആ സമവാക്യങ്ങൾ, ഞാൻ അതിൻ്റെ ഒരു ചർച്ചയിലേക്കല്ല പോകുന്നതെങ്കിലും ഈ ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്ന നിലയിലേക്ക് അത് കൃത്യമായി അതാണ് അജണ്ട. ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നുള്ള നിലയിലേക്ക്, മുസ്ലിങ്ങളോട് അവരുടെ ശത്രുക്കൾ ഹിന്ദുക്കളാണ് എന്നുള്ള നിലയിലേക്ക് അവർക്കൊരു തോന്നൽ മനസ്സിൽ ആ സ്പർദ്ധ ഉണ്ടാക്കുക. ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ എല്ലാം മനസ്സിൽ നിങ്ങളുടെ മുഖ്യശത്രു, നിങ്ങളുടെ മുഖ്യശത്രു എന്നത് മുസ്ലിമാണ് എന്നുള്ള നിലയിലേക്ക്. പട്ടിണിയല്ല, ദാരിദ്ര്യമല്ല, ഭവനമില്ലായ്മയല്ല, തൊഴിലില്ലായ്മയല്ല, നിങ്ങളുടേതായിട്ടുള്ള പണികൾ തട്ടിപ്പറിക്കലല്ല, സാമൂഹ്യനീതി അപ്രത്യക്ഷമാകലല്ല, പൊതുസമ്പത്ത് കൊള്ളയടിക്കപ്പെടലല്ല, ഇത്തരം കാര്യങ്ങളൊന്നുമല്ല എന്നുള്ളത്. ശത്രു എന്നത് നിൻ്റെ അയൽക്കാരനാണ് എന്നുള്ള നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്ന നിലയിലേക്ക് അങ്ങനെ പരസ്പരം സ്പർദ്ധയാണ്. ഇത് വാസ്തവത്തിൽ ഒരു പൊളിറ്റിക്കൽ ഹാർവസ്റ്റിന് കഴിയുന്ന നിലയിലേക്ക് BJPക്ക് എത്താൻ. തീർച്ചയായും ആ വലിയ മാറ്റം സംഭവിച്ചതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിന് ആത്യന്തികമായി ഇടവരുത്തിയത് ഈ ബാബറി മസ്ജിദ് തകർത്ത സംഭവം തന്നെയാണ്. ആ സംഭവത്തിൽ അതിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ക്രിമിനൽ കേസുകളിലാണ് കോടതി വിധി പറയുന്നത്. കോടതി CBI പ്രത്യേക കോടതി ജഡ്ജി SK യാദവ് വിധിന്യായം വായിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന വിവരം കഴിഞ്ഞ കുറേ നേരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൽ നിന്ന് കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുമില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതാണ് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സമൂഹത്തിലും എന്തുതരം ചലനം, എന്തു പ്രതിഫലനമാണ് സൃഷ്ടിച്ചത് ഈ ബാബറി മസ്ജിദ് തകർത്തത് എന്ന് ചോദിക്കുമ്പോൾ താങ്കൾ മുന്നോട്ട് വെച്ച നിരീക്ഷണത്തിൽ നിന്ന് ചില നേരിയ തിരുത്തലുകളും വിയോജിപ്പും അവതരിപ്പിച്ചുകൊണ്ടാണ് PV തോമസ് സംസാരിച്ചത്. വലിയ ശക്തമായൊരു ഹിന്ദുത്വവാദം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിലൂടെ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റേതായ നേട്ടം അവർക്ക് ഉറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തുറന്നു പറയാൻ അല്ലെങ്കിൽ ആ നിലയിൽ തന്നെയാണ് തങ്ങളുടെ നയമെന്നിപ്പോൾ പറയാൻ ഒരു മടിയും ആ പാർട്ടിക്ക് ഇല്ലാതെയും വന്നിട്ടുണ്ട്. അതൊരു വലിയ മാറ്റം തന്നെയാണ് ഭരണത്തോടൊപ്പം തന്നെ. അതെ, ഈ കടുത്ത തീവ്രമായ ഹിന്ദുത്വവാദം എന്നുള്ളത് ആ പാർട്ടിയുടെ, അതാണ് അവരുടെ ഫിലോസഫി. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അവരും അത് മറച്ചു വയ്ക്കുന്നില്ല. അവരുടെ ആചാര്യന്മാർ അവരെ പഠിപ്പിച്ചിട്ടുള്ളതും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രത്യയശാസ്ത്രവും അതുതന്നെയാണ്. അത് ഇന്ത്യയെ എത്രമാത്രം അപകടത്തിലാക്കും എന്നതിൻ്റെ വളരെ വ്യക്തമായ തെളിവ് തന്ന ഒരു സംഭവമായിരുന്നു ബാബറി മസ്ജിദ് തകർത്ത കേസ്. അതിനാണിപ്പോൾ നമ്മൾ ഈ വിധി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ച ഒരു ആശയം, അങ്ങനെ കടുത്ത അതിതീവ്രമായ ഹിന്ദുത്വവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പാർട്ടി ഇത്ര ശക്തമായി ആസൂത്രിതമായി പ്രവർത്തിച്ചിട്ടും ഇന്ത്യയിലെ ഹിന്ദുക്കളാണുള്ളവർക്ക് വോട്ട് ചെയ്യേണ്ടത്. ആ വോട്ടർമാരിൽ ഹിന്ദു വോട്ടർമാരിൽ 10-30% പേർ വോട്ട് മാത്രമേ അവർക്ക് ആകർഷിക്കാൻ കഴിഞ്ഞുള്ളൂ. അതില്ലാതെ തന്നെ അവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞു. 2019 തെരഞ്ഞെടുപ്പിൽ അന്ന് അയോധ്യയൊന്നും ആയിരുന്നില്ല വിഷയം, മറ്റ് പല വിഷയങ്ങളുമുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിൻ്റെ ദൗർബല്യവും ബലഹീനതയും വിശ്വാസരാഹിത്യവും തന്നെയായിരുന്നു. അങ്ങനെ പലതും നമുക്ക് രാഷ്ട്രീയ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതുകൊണ്ട് ഇതൊരു സന്ദർഭമാണ്, ഇതൊരു വഴിത്തിരിവാണ്. ഈ വിധി ഇതൊരു വഴിത്തിരിവാണ്. BJPയിലെ അല്ലെങ്കിൽ സാങ്കല്പികമാണ്. കോൺഗ്രസ് കുറെ കൂടി ശക്തമാണെന്നിരിക്കട്ടെ, ഇന്ത്യൻ പ്രതിപക്ഷം കുറെ കൂടി ശക്തമാണെന്നിരിക്കട്ടെ, ഈ സംഘ് പരിവാറിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്കൊപ്പം ദേശീയത ഒരു പുതിയ വികാരമായി അവരുടെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളിലേക്ക് ഇടം പിടിച്ചൊരു പശ്ചാത്തലത്തിൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പ്രതിപക്ഷം കുറെ കൂടി ശക്തമാണെങ്കിലും BJPയുടെ ഈ ദേശീയത രാഷ്ട്രീയ പ്രചാരണം ഫലം കാണുന്ന ഒരു പൊതു സാഹചര്യം സൃഷ്ടിക്കാനായിട്ടില്ലേ ഇന്ത്യയിൽ അവർക്ക്? അല്ല, അങ്ങനെ പ്രതിപക്ഷത്തിന് ശക്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്നത് ജനങ്ങളെയാണ്, വോട്ടർമാരെയാണ്, വോട്ട് സമ്മതിദായകരെയാണ്. അവരെ സംബന്ധിച്ച് ഹിന്ദുത്വത്തിൻ്റെ അപകടം പിടിച്ച പാതയിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരുന്നതിന് തീർച്ചയായും സാധിക്കും. അതിന് പ്രാപ്തിയുള്ള നേതാക്കന്മാരും പ്രതിപക്ഷവും ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതും ഒരു ദുരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുതലെടുത്തുകൊണ്ട് ആണ് എല്ലാം സ്വന്തമാക്കുന്നതിന്, എവിടെയും വിജയിച്ചു കയറുന്നതിനുള്ള ഒരു ശ്രമം BJP നടത്തിയത്. ഞാനിപ്പോഴും പറയുന്നു, പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ ആ ശ്രമം പൂർണ്ണമായും വിജയിച്ചില്ല എന്ന് തന്നെയാണ്. ശരി, ഇവിടെ ശ്രീ PV തോമസ്, ഒരു കാര്യം
ഇപ്പോൾ നരസിംഹറാവുവിൻ്റെ നിസ്സംഗതയും മൗനാനുവാദവും ഒക്കെയാണ് കോൺഗ്രസ് രാഷ്ട്രീയമായി വിമർശിക്കപ്പെടുകയും ചെയ്തു. അക്കാലത്തും ഇപ്പോഴും ആ നിലയിൽ ഈ മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്നു എന്ന നിലയിൽ, അതിന് ഫലപ്രദമായി ഇടപെട്ടില്ല എന്ന നിലയിൽ. പക്ഷേ അതിനുശേഷം അധികാരത്തിലേക്കടക്കം തിരിച്ചു വന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വളരെ ശക്തമായ കാലം നമ്മൾ കണ്ടതാണ്, 2 ടേം UPA എന്ന നിലയിലൊക്കെ. ആ കാലത്തടക്കം ഈ നരസിംഹറാവു തുടർന്ന അതേ സമീപനം ഈ കേസുകളുടെ കാര്യത്തിൽ കോൺഗ്രസും UPAയും തുടർന്നതും ഒരു വലിയ മഹാ അപരാധമാണോ? ഒരുപക്ഷെ ആ കേസുകളുടെ കാര്യത്തിൽ ഈ കാര്യത്തിലൊക്കെ കുറെ കൂടി സമയബന്ധിതമായി മുന്നോട്ട് നീങ്ങിയിരുന്നുവെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്ന് വിചാരിക്കുന്നയാളാണോ താങ്കൾ? കോൺഗ്രസ് അതിൻ്റെ ആശയങ്ങളിൽ വെള്ളം ചേർത്തപ്പോഴാണ് കോൺഗ്രസിൻ്റെ പരാജയം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് UPയിൽ കോൺഗ്രസ് തുടച്ചു മാറ്റപ്പെടുന്നത്. ഓരോ സംസ്ഥാനങ്ങളിലും, വെസ്റ്റ് ബംഗാളിൽ എത്ര സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിലില്ലാന്ന് പോട്ടെ, എത്ര സംസ്ഥാനം 2ാം സ്ഥാനത്തുണ്ട്? എത്ര സംസ്ഥാനങ്ങളുണ്ട്? തമിഴ്നാട്ടിലുണ്ടോ? ആന്ധ്രയിലുണ്ടോ? തെലങ്കാനയിലുണ്ടോ? അതുപോലെ ബീഹാറിലുണ്ടോ? UPയിലുണ്ടോ? ഒഡീഷയിലുണ്ടോ? ഇവിടെ ഒന്നും 2ാം സ്ഥാനത്ത് പോലുമില്ല. 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി എങ്ങനെ അധികാരത്തിലേക്ക് 1ാം സ്ഥാനത്തേക്ക് വരുമെന്ന് നമുക്ക് ആലോചിക്കാൻ സാധിക്കും. അത് ദിവാസ്വപ്നത്തിൽ മാത്രം നടക്കുകയുള്ളൂ. അപ്പോൾ കോൺഗ്രസിൻ്റെ പരാജയം ആരംഭിക്കുന്നത് അതിൻ്റെ ആശയങ്ങളിൽ അത് വെള്ളം ചേർക്കുന്നതാണ്. പിന്നെ നേതൃത്വമില്ലാത്തുള്ളത് ഇപ്പോഴത്തെ ഒരു പരാധീനതയാണ്. 2004 കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ നേട്ടമായിട്ടും പറയുന്നുണ്ട്. പക്ഷേ 2004 കോൺഗ്രസ് എത്ര സീറ്റ് കിട്ടി? 140 സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നു, 140 സീറ്റ് മറ്റേ കിട്ടി. പക്ഷേ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നെ 60 സീറ്റിൽ കൂടുതലുണ്ടായിരുന്നു ഇടത് സഖ്യത്തിന്, CPM ഉൾപ്പെടുന്ന. CPM തന്നെ 41 സീറ്റ് കിട്ടി. അവരെല്ലാം പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനാണ് 2004 വരുന്നത്. 2009 റിപ്പീറ്റ് ചെയ്തു. അത് ഒരു ഭാഗ്യമായിരുന്നു കണക്കാക്കാവുള്ളൂ. അത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഈ UPയുടെ രണ്ട് ടേംസ് തീർച്ചയായിട്ടും നേട്ടം തന്നെയാണ്. പക്ഷേ ആ നേട്ടത്തിൻ്റെ പിറകിൽ ഇതുപോലെയുള്ള കക്ഷികളുമുണ്ട്, സഖ്യകക്ഷികളുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ശക്തമായ പ്ലാനിങ് വേണ്ടിയിരിക്കുന്നു. നേതൃത്വം മാറേണ്ടിയിരിക്കുന്നു. നേതൃത്വം കുടുംബത്തിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ കോൺഗ്രസ്സുകാർക്ക് അറിയാവുന്നതാണ്. പക്ഷേ വാ തുറന്ന് സംസാരിക്കാൻ കോൺഗ്രസ്സുകാരിൽ ഈ ഉപജാപ സംഘം, ഈ പാർശ്വവർത്തികൾ, ഈ സ്തുതിപാഠകർ അവരൊന്നും ആരെയും അനുവദിക്കില്ല. അതുകൊണ്ടാണ് 23 പേർക്ക് പറ്റി തിരിച്ചടി കിട്ടിയിരിക്കുന്നത്. ഏതായാലും AIC സമ്മേളനം വരുമ്പോൾ അടുത്ത പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നോക്കാം. അതായിരിക്കാം ഈ കോൺഗ്രസിൻ്റെ ഭാവിയിലേക്ക് നോക്കുന്നവർക്ക് കാണാനുള്ളത്. അത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പുനരുജ്ജീവനം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അധികാരത്തിൽ പരിപൂർണ്ണ വരുന്ന പ്രശ്നമേ ഉണ്ടാവുകയില്ല. പക്ഷേ അവർ നയിക്കുന്ന ഒരു സഖ്യകക്ഷിക്ക് വരാൻ സാധിച്ചേക്കാം. ഒരു പക്ഷേ അതിന് ഇതുപോലുള്ള സഖ്യകക്ഷികളുടെയും മറ്റുള്ളവരുടെയും എല്ലാം സപ്പോർട്ട് വേണ്ടി വരും. പക്ഷേ അതിനുള്ളൊരു സാധ്യത ഇപ്പോൾ ഒരു കാരണവശാലും കാണുന്നില്ല. 2024 വരെ കാത്തിരിക്കുമ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ ധ്രുവീകരണം എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ നമ്മൾ BJPയുടെ മതധ്രുവീകരണത്തെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും BJP ഉദ്ദേശിച്ചതും ആഗ്രഹിച്ചതും നടപ്പിലാക്കിയതും BJP മതധ്രുവീകരണമാണ്. പിന്നെ തീവ്രദേശീയത, ഈ തീവ്രദേശീയത BJP കൊണ്ടുവന്നു എന്ത് പറഞ്ഞാലും പെട്ടെന്ന് ഗവൺമെൻറ് എതിർക്കുന്നവരെ ആൻറ്റി നാഷണലായിട്ട് ചിത്രീകരിക്കുക. ഇപ്പോൾ തന്നെ നടക്കുന്ന സമരം, അതായത് ആ സമരത്തിൽ പോലും ആൾക്കാർ പറയും, അതായത് അതിന് പോലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമരത്തിൽ ഈ ചില ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് എല്ലാം കൂടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അവരെ ഒന്നുകിൽ ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ് ആക്കുക, അല്ലെങ്കിൽ ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ് ആക്കി മാറ്റുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവണത BJPക്കുണ്ട്. അതൊക്കെ വിജയിക്കുകയാണ്. കാരണം ദേശീയത എന്ന് പറയുമ്പോൾ ആർക്കാണത്? അത് ഹിന്ദുത്വ ദേശീയതയല്ല. ആരുടെയും ദേശീയത ഇന്ത്യൻ ദേശീയതയാണ്. ആ ഇന്ത്യൻ ദേശീയതയല്ല BJP പ്രൊമോട്ട് ചെയ്യുന്നുള്ള കാര്യമാണ് BJPയുടെ ഒരു വലിയ പരാധീനതയായിട്ട് ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ BJPയെ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ, ആ വളർച്ചയുടെ തോത് തിരിച്ചറിയുന്നതിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും മുന്നണികൾക്കും സംഭവിച്ചിട്ടുള്ള ഒരു അപജയമുണ്ട്, അല്ലെങ്കിൽ ഒരു വീഴ്ചയുണ്ട്. അത് നന്നായി മുതലെടുത്ത് മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ തന്ത്രങ്ങൾ, ഈ പ്രത്യയശാസ്ത്രത്തിൽ തന്നെ നിലയുറപ്പിച്ച് മുന്നോട്ട് പോകാൻ BJPക്ക് ഒരുപാട് ഗുണകരമായി എന്നാണോ ശ്രീ PV തോമസ് പറഞ്ഞത്? ഈ കേസടക്കം, ഈ കേസിൻ്റെ നാൾ വഴിയൊക്കെ പരിശോധിച്ചാൽ പോലും അങ്ങനെയാണോ താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? അതെ, കോൺഗ്രസ്സിനാകട്ടെ പ്രതിപക്ഷ പാർട്ടികൾക്കാകട്ടെ പ്രാദേശിക പാർട്ടികൾക്കാകട്ടെ അവർക്കൊരു സ്ട്രാറ്റജി ഇല്ല. അവർക്ക് എന്താ വേണ്ടതെന്ന് അവർക്കറിയാൻ പാടില്ല. അവർക്കൊരു കാര്യം അധികാരം വേണമെന്നറിയാം. പക്ഷേ അതിന് എങ്ങനെ നേടാമെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പാടില്ല. അതിനൊരു സ്ട്രാറ്റജി അവർക്കില്ല. അതാണ് മുതലെടുക്കുന്നത്. മോഡിയും BJPയും എല്ലാം മുതലെടുക്കുന്നത് അതാണ്. അല്ലെങ്കിൽ ഇവരൊരിക്കലും ഒരുമിച്ച് വരുന്നൊരു പ്രശ്നം ഞാൻ കാണുന്നില്ല. അടുത്ത സമീപകാല രാഷ്ട്രീയത്തിലും ഈ
SP-യോ BSP-യോ അല്ലെങ്കിൽ TMC-യോ ഇവർ DMK-യോ ADMK ഇവരെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. സംഭവ്യമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് സ്ട്രാറ്റജിയാണ് ഉണ്ടാകാൻ പോകുന്നത്? ആർക്കാണ് വരുന്നത്? ഈ വെറും ലോക്സഭയിൽ 50 സീറ്റുകൾ മാത്രമുള്ള കോൺഗ്രസിനെ ഒരു സഖ്യകക്ഷിയുടെ നേതാവായി കണ്ടുകൊണ്ട് ആരെങ്കിലും വരാൻ സാധ്യതയുണ്ടോ? അത് വലിയ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കോൺഗ്രസ് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് മറ്റു പാർട്ടികൾ ഒരു സഖ്യകക്ഷിയുടെ നേതാവായിട്ട് കാണാൻ സാധിച്ചേക്കും. അങ്ങനെ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരു നോൺ BJP നോൺ NDA ഒരു ധ്രുവീകരണം ഉണ്ടാകാൻ പോകുന്നത്. അതിന് തൽക്കാലം കാണുന്നില്ല. ഏതായാലും BJP ശക്തമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. രാമക്ഷേത്ര നിർമ്മാണത്തോട് കൂടിയിട്ട് BJP-യുടെ ഒരു പടി കൂടി മുമ്പോട്ട് പോയിരിക്കുകയാണ്. ആർട്ടിക്കിൾ 370 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഓരോ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. ഇനി കോമൺ സിവിൽ കോഡും അതുപോലെ മറ്റു കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, എല്ലാം അജണ്ടയിലുണ്ട്. 2024 മുമ്പ് തീർച്ചയായിട്ടും BJP ഈ അജണ്ടകളെല്ലാം നടക്കുകയായിരിക്കും. വികസനമൊന്നും അല്ലായിരിക്കും പ്രധാനമായിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. വികസനം ഒരു കാരണവശാലും വലിയ ഫോക്കസ് ഒന്നുമല്ല. പക്ഷേ അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. ജനങ്ങൾ നോട്ട് നിർവീകരണം നടന്നപ്പോൾ എത്രയോ ജനങ്ങൾ കഷ്ടപ്പെട്ടു. പക്ഷേ അവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. PV തോമസിന് ഓർമ്മയുണ്ടാവും, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് രാവിലെ പറഞ്ഞൊരു കാര്യം, എന്നിട്ട് ശേഷം UP ഇലക്ഷൻ വന്നത്. അതെ, ഇപ്പോൾ ഈ കോടതി വിധി എന്തു തന്നെയായാലും അത് ആ നിലയിൽ ഗുണപരമാക്കി മാറ്റാൻ BJP അതിനെ ഉപയോഗിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ശിക്ഷിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ആ രണ്ട് തരത്തിലും ഒരു സാധ്യത അവരുടെ അജണ്ടകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ തീവ്രതയോടെ നയിക്കാൻ ഒരു ഉപകരണമാക്കി ഈ സാഹചര്യങ്ങളെ മാറ്റും. ഈ അയോധ്യയിലെ ഭൂമി പൂജ കണ്ടാലും ഈ വിധി വരാൻ പോകുന്ന സാഹചര്യത്തിലുമൊക്കെ അതിൻ്റെ വലിയ സാധ്യതകൾ 2024 ലക്ഷ്യം വെച്ചുണ്ടാകാം. ഇവിടെ ഡോക്ടർ സമ്പത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചു. ഇപ്പോൾ നരസിംഹറാവുവിനെ വലിയ തോതിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിലടക്കം അന്ന് ഈ ബാബറി മസ്ജിദ് തകർക്കുന്നതിൽ എടുത്ത നടപടി, അദ്ദേഹത്തിൽ നിന്ന് ശക്തമായ നടപടികളുണ്ടായില്ല, അവിടെ നിന്ന് കിട്ടിയ ഉറപ്പുകളെ വിശ്വസിച്ചു പോയതാണ് പിഴവ് എന്ന് പറയുന്നതാണ് അവരുടെ വാദമായ അക്കാലത്തുണ്ടായിരുന്നത്, റാവുവിൻ്റെയും കോൺഗ്രസിൻ്റെയും. പക്ഷേ വലിയ തോതിൽ ചരിത്രത്തിൽ മാപ്പില്ലാത്തൊരു വലിയ വിമർശനവും കുറ്റവുമാണ്, അതിൻ്റെ പേരിൽ പഴിയുമാണ് നരസിംഹറാവു കേൾക്കേണ്ടി വന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ശക്തിയാർജിച്ച ഒരു കോൺഗ്രസ്, കേന്ദ്ര ഭരണാധികാരത്തിലേക്ക് വന്ന കോൺഗ്രസ്, ഈ BJP-യെ പ്രതിരോധിക്കാൻ കഴിയും വിധം ഈ കേസുകളെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാമായിരുന്നോ? കേസിൻ്റെ നാൾ വഴി നോക്കിയാൽ അതിൽ ഈ റാവു ചെയ്ത അതേ പിഴവുകളും പരാജയവും പിശകുകളും തുടർന്നും കോൺഗ്രസ് നേതൃത്വം വരുത്തിയിട്ടുണ്ടോ? നമ്മൾ ഈ വിഷയത്തിൽ ഇതിൽ ഇപ്പോൾ ഞാൻ ഈ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചത്. അതെ, ഇതിൽ ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ഈ കാര്യത്തിൽ നമ്മൾ ഈ ചർച്ചയിൽ കൂടിയപ്പോൾ അദ്ദേഹവും പറഞ്ഞ വിഷയങ്ങളിൽ കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ ഒരു തുടർച്ചയായി ഞാനതിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള നിലയിലും അവർക്കൊരു പാൻ ഇന്ത്യ പാർട്ടി എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലും എല്ലാം അവർ പറയുമ്പോൾ, കഴിഞ്ഞ 2 ലോക്സഭകൾ ഇന്ന് നിലവിലുള്ള ഈ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നിട്ടുള്ള 17ാം ലോക്സഭ, കഴിഞ്ഞ ലോക്സഭ ഞാൻ കൂടി അംഗമായിരുന്ന 16ാം ലോക്സഭ, ഈ 2 ലോക്സഭയിലും പ്രതിപക്ഷ നേതാവില്ല. അത് മനസ്സിലാക്കണം. പ്രതിപക്ഷ നേതാവിൻ്റെ പദവി അത്തരത്തിൽ നൽകുന്നതിന് പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി ഇപ്പോൾ കഴിഞ്ഞ തവണ അല്ല, എൻ്റെ ചോദ്യം അതല്ല. അത് ആ നിലയിൽ അവർക്ക് വീഴ്ച സംഭവിച്ച് വലിയ പരാജയങ്ങളെ നേരിട്ട കാലത്തെക്കുറിച്ചാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ ചോദിച്ചാൽ അതിന് മുമ്പുള്ള 2 ടേം ഉണ്ടല്ലോ. ആ 2 ടേമിൽ കേന്ദ്ര ഭരണാധികാരത്തിലേക്ക് വളരെ ശക്തമായ ഒരു മുന്നണിയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും വന്ന കോൺഗ്രസിന് ഈ കേസുകളെ ഫലപ്രദമായി വേഗത്തിൽ വ്യക്തതയോടെ സമയബന്ധിതമായി തീർക്കാൻ, കേസിൽ ഇടപെടുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, കൊണ്ടുപോകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആകാമായിരുന്നില്ലേ? അങ്ങനെ അവർ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും റാവുവിന്റെ കാലത്തെ പിഴവുകൾ പോലെ തന്നെ മറ്റൊരു പിഴവാണോ? ആണ്. അത് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ ഒറ്റ വാക്കിലാണ് ഉത്തരം പറഞ്ഞത്. അങ്ങനെ അവർ ചെയ്തില്ല. എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നത്? BJP-യുടെ ഹിന്ദുത്വ അജണ്ടയ്ക്ക് പകരമായി ഒരു മൃദു ഹിന്ദുത്വ അജണ്ട, അപ്പുറത്ത് സഫ്രോൺ ടെററാണ് എങ്കിൽ ആ സഫ്രോൺ ടെററിലേക്ക് പോകാതെ അപ്പീസ്മെൻ്റ് ഓഫ് ദ സഫ്രോൺ എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങളുടെ എല്ലാം മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ. അങ്ങനെ ഈ കോൺഗ്രസിൻ്റെ ബി ടീം പോലെ, BJP-യുടെ ബി ടീം പോലെ, BJP ഒരു തീവ്രമായി പറയുന്നു, ഞങ്ങൾ തീവ്രമായി ഈ കാര്യങ്ങളിൽ പറയുന്നില്ല.
എന്നാൽ ഞങ്ങളാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി യഥാർത്ഥത്തിൽ BJP അവിടെ ഇന്ത്യൻ സമൂഹത്തെ വിഷലിപ്തമാക്കാനാണ് ശ്രമിക്കുന്നത് എന്നും ഇത് പൂർണ്ണമായി എതിർക്കേണ്ടതാണെന്നും ഇത് പൂർണ്ണമായി ചെറുക്കേണ്ടതാണ് എന്നുള്ള നിലയിലേക്കുള്ള നിലപാടാണ് എടുക്കേണ്ടത്. അങ്ങനെ നിലപാടെടുക്കുന്നതിന് പകരം ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചർച്ച നടത്തുന്നതിൻ്റെ കുറേ മാസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രി BJPയുടെ നേതാവ് അന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഇവരുടെ പ്രസ്താവനകൾ നിങ്ങൾ വായിച്ചാലേ ഇതിൽ ആളിൻ്റെ പേരും പടവും ഇല്ല എങ്കിൽ ഇത് രണ്ടുപേരുടെ പ്രസ്താവനയും ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചർച്ചകളെല്ലാം നടത്തുമ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ പല ആളുകളും വിശിഷ്യ ഇപ്പോൾ അത് ഉത്തരേന്ത്യയിലുള്ള പല നേതാക്കളും പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരുടെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ അപ്രോച്ചിൻ്റെ ഭാഗമാണ് എന്ന് തോന്നിയേക്കാം. പക്ഷെ മലയാളിയായ കേരളീയനായ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ അത്തരത്തിൽ അഭിഭാഷകൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നമ്മളോട് പറഞ്ഞത് കേട്ടല്ലോ ഇതിൽ നിന്നെന്താണ് എന്ന്. ഇപ്പോൾ കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞുപോയ കാലം കടലിനക്കരെ എന്നുള്ളത് പോലെ ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇനി എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തത്തിപ്പൊത്തിയൊക്കെ നടന്നാൽ മതി. അതിപ്പോൾ BJP അല്ല ഞങ്ങളായിരുന്നാലും ഇതെല്ലാം ഇവിടെ വാസ്തവത്തിൽ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുള്ള പ്രക്ഷോഭങ്ങൾക്ക് അവർ തയ്യാറുണ്ടോ? പാർലമെൻറ്റിൽ എത്ര അംഗങ്ങളുണ്ട്, നിയമസഭയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നുള്ളതല്ല വിഷയം. ജനങ്ങൾ ഈ COVID-19 മഹാമാരിയുടെ കാലത്ത് ഇപ്പോൾ 2 മാസം കൂടി ആയാൽ ഈ ഇന്ത്യയിൽ ഇതിൻ്റേതായിട്ടുള്ള തിക്തഫലം നമ്മൾ ലോക്ക്ഡൗൺ എല്ലാം പ്രഖ്യാപിച്ചതെല്ലാം മാർച്ച് 24-നാണെങ്കിലും അതിന് മുമ്പ് തന്നെ അനുഭവിച്ചു തുടങ്ങിയതാണ്. നോട്ട് നിരോധനത്തിൻ്റെ കാലം മുതൽ ഡീമോണിറ്റൈസേഷൻ്റെ കാലം മുതൽ തുടങ്ങി അടുത്ത് COVID-19 മഹാമാരിയുടെ കാലം വരെ വന്നപ്പോൾ കോടിക്കണക്കിന് തൊഴിലുകൾ അപ്രത്യക്ഷമായി, വൈറ്റ് കോളർ തൊഴിലുകൾ തന്നെ പോയി, ഉണ്ടായിരുന്ന അവകാശങ്ങൾ തന്നെ തട്ടിപ്പറിക്കുന്ന നിലയിലേക്ക്, കൃഷിക്കാർ തന്നെ ഈ വിധത്തിൽ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുന്ന നിലയിലേക്ക്, തൊഴിലാളികളുടേതായിട്ടുള്ള അവകാശങ്ങൾ തട്ടിപ്പറിക്കുന്ന നിലയിലേക്ക്, തൊഴിലുകൾ ഇല്ലാതാകുന്ന നിലയിലേക്ക്, രാജ്യം കൊള്ളയടിക്കപ്പെടുന്ന നിലയിലേക്ക് എല്ലാം വരുമ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യാൻ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ ഒരു സേ ഉണ്ട്, അവരുടെ സ്പേസ് ഉണ്ട്. പാർലമെന്റിൽ എത്രയാണ് അംഗസംഖ്യ എന്ന് വെച്ചുകൊണ്ട് ആ സ്പേസ് ഉപയോഗിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതെ, ഡോക്ടർ സമ്പത്ത് ഇപ്പോൾ പറഞ്ഞു വെച്ചൊരു കാര്യം, ആ സ്പേസ് ഈ കാലത്ത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് ഇത് തന്നെയാണ്. സേയുള്ള കാലത്ത് കോൺഗ്രസ് ഈ കേസുകളുടെ കാര്യത്തിൽ എന്തു ചെയ്തു എന്നത് പ്രധാനമാണോ? റാവുവിനെ കുറ്റപ്പെടുത്തുന്നതിൽ മാത്രം ഒതുങ്ങുന്നതാണോ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം? ഇന്ന് വന്ന ഒരു റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അതായത് ഈ ലിബ്രാൻ കമ്മീഷന് മുമ്പാകെ തന്നെ വളരെ തുറന്നു തന്നെ തൻ്റെ നിലപാടുകൾ പറഞ്ഞ ആളാണ് LK അദ്വാനി. ആ കാലത്ത് കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ മറ്റ് BJP ഇതര പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളി LK അദ്വാനി ആയിരുന്നു. അദ്ദേഹം തൻ്റെ നിലപാട് ശക്തമായി മതത്തെ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചു എന്ന് തുറന്നു പറയാൻ അദ്വാനി ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ലിബ്രാൻ കമ്മീഷൻ മുമ്പാകെ മൊഴിയിലാണ് തൻ്റെ ഭാഗം പരസ്യവും വിശദവുമായി അദ്വാനി പറഞ്ഞത്. 1. 2, രഥയാത്രയെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയെ പോലും താരതമ്യം ചെയ്യാൻ അദ്ദേഹം മടിച്ചിട്ടില്ല എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് അക്കാലത്ത് ദൈവത്തെ എന്ന പോലെയാണ് ജനം എന്നെ അക്കാലത്ത് നോക്കിയത്. മതത്തെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാൻ അത് പഠിച്ചത് ഗാന്ധിജിയിൽ നിന്നാണ്. രാംധൂൻ പാടാതെ ഒരു യോഗത്തിലും ഗാന്ധിജി തുടങ്ങിയിരുന്നില്ല. ഈ തരത്തിലാണ് അദ്ദേഹം മതത്തെ വളരെ കൃത്യമായി ഈ നിലയിൽ രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ച് മുന്നോട്ട് പോയത്. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ കർസേവ നടത്തി മസ്ജിദ് തകർക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച്, മസ്ജിദ് തകർക്കപ്പെടുമ്പോൾ അതിന് 200-300 മീറ്റർ അകലെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് കർസേവകരെ പ്രോത്സാഹിപ്പിച്ചുവെന്നും ഗൂഢാലോചന നടത്തിയെന്നും മറ്റുമാണ് അദ്വാനിക്കെതിരെ ആരോപിക്കപ്പെട്ടത്. അയോധ്യയിലേക്ക് കേന്ദ്ര സേന കടക്കുന്നത് തടയാൻ അദ്വാനിയാണ് നിർദ്ദേശം നൽകിയതെന്നാണ് CBIയുടെ ആദ്യ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഡിസംബർ 6-ന് രാജിവെക്കാൻ അന്നത്തെ UP മുഖ്യമന്ത്രി കല്യാൺ സിംഗ് താൽപ്പര്യമറിയിച്ചപ്പോൾ പാടില്ലെന്നും മന്ദിരം തകർത്ത ശേഷം മതി രാജിയെന്നും അദ്വാനി നിർദ്ദേശിച്ചതായാണ് കേസിലെ സാക്ഷികളിൽ ഒരാൾ നൽകിയ മൊഴി. സംഭവങ്ങളിൽ തന്നീട് ദുഃഖമുണ്ടായി എന്ന് പിന്നീട് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയായി, നേതാവായി LK അദ്വാനി നിൽക്കെ അദ്ദേഹം രഥയാത്ര നടത്തി, BJP സീറ്റ് വർദ്ധിപ്പിച്ച്, BJPയുടെ പ്രചരണ പത്രികയിൽ അയോധ്യ ക്ഷേത്ര നിർമ്മാണം ഒരു പ്രധാന അജണ്ടയാക്കി ആ നേതൃത്വം മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്തത്? അതുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോൺഗ്രസിനെ മാത്രം പറയേണ്ട, UP ഭരിച്ച മുലായം സിംഗിൻ്റെ ഏറ്റവും വലിയ BJP വിരുദ്ധതയുടെ നേതൃത്വമായി നിന്നിട്ടുള്ള മുലായം പിന്നീട് UP ഭരിച്ചിട്ടുണ്ട്. മായാവതിയുടെ BSP UP ഭരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ കേസുകളെ സമയബന്ധിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് നടപടി സ്വീകരിച്ചു എന്നതും വിലയിരുത്തപ്പെടേണ്ടല്ലോ. അപ്പോൾ റാവു മാത്രമല്ല ചരിത്രപരമായ തെറ്റുകൾ ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ശരത്ത് പറഞ്ഞത് ശരിയാണ്.
നരസിംഹറാവുവാണ് നമ്മൾ ഈ സംഭവ പരമ്പരയിൽ ഒന്നാം പ്രതിയായി നമ്മൾ കാണുന്നത്, പൊതുസമൂഹം കാണുന്നത്. എങ്കിലും റാവുവിൻ്റെ നിസ്സംഗതയും റാവുവിൻ്റെ നിശബ്ദതയും റാവുവിൻ്റെ നിഷ്ക്രിയത്വവും അത് അഡ്വാനിക്കും കൂട്ടർക്കും ഒരു രക്ഷാ കവചമൊരുക്കി കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഒരു നിമിഷം ശ്രീ സെബാസ്റ്റ്യൻ പോൾ, താങ്കളിലേക്കാണ് മടങ്ങി വരുന്നത്. അതിന് മുമ്പ് ഈ ദൃശ്യങ്ങൾ വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. താങ്കളുടെ കൂടി ശ്രദ്ധയിലേക്ക് ശ്രീ LK അദ്വാനി, ഈ കേസിലെ ഈ പ്രതികൾ എന്ന നിലയിൽ LK അദ്വാനി ഇപ്പോൾ കോടതി നടപടികൾ വീക്ഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വരുന്നത്. അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വന്നിട്ടുണ്ട്. മുൻകൂട്ടി ആസൂത്രണം ചെയ്തതല്ല ബാബറി മസ്ജിദ് തകർക്കൽ എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം ഗൂഢാലോചനയില്ല എന്ന് തന്നെയാണ്. ആ നിലയിൽ ആദ്യ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ വളരെ പ്രധാനപ്പെട്ട കേസിൻ്റെ വിധിന്യായം ഏത് നിലയിലാണ്, ഏത് ദിശയിലാണ് എന്നൊരു സൂചന വരുന്നുണ്ടോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? ഒറ്റ വാചകത്തിൽ കുറ്റക്കാർക്കെതിരെ നമ്മൾ ഈ ചർച്ചയിൽ തുടക്കത്തിൽ പലപ്പോഴും പറഞ്ഞ പോലെ ഡോക്ടർ സമ്പത്തിന് ഓർമ്മയുണ്ടാവും, സംശയാതീതമായി തെളിയിക്കാൻ കഴിയുന്നില്ല, ശക്തമായ തെളിവുകളില്ല എന്ന് പറയുന്ന സാഹചര്യം. ഇത്രയുമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ആസൂത്രിതമായി നടത്തിയതല്ല, ഗൂഢാലോചന ആ നിലയിൽ നിലനിൽക്കില്ല, പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളില്ല എന്ന് കോടതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഫസ്റ്റ് കമന്റ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അത് 2000 പേജുള്ള വിധി വായിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഇനിയും സമയമെടുക്കും. ഇല്ല, വന്നു കഴിഞ്ഞു. എല്ലാവരെയും വെറുതെ വിട്ടിരിക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചിരിക്കുക? എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന വിവരം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ആ വിവരങ്ങൾ ഞങ്ങളും പങ്കുവെക്കുന്നു പ്രേക്ഷകരിലേക്ക്. ശരത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നടക്കം കൂടുതലായി നൽകാനാകും. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികൾക്കെതിരെ തെളിവില്ല എന്ന പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിധിന്യായം വായിക്കുന്നു, അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ വായിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് ബാബറി മസ്ജിദ് തകർക്കൽ എന്ന് കരുതാനാവില്ല. അതിന് ബലമേകുന്ന തെളിവുകളില്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ആൾ അക്യൂറ്റഡ് ഇൻ ബാബറി ഡിമോളിഷൻ കേസ് എന്നാണ്. എന്ന് വെച്ചാൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. ഡോക്ടർ സമ്പത്ത്, അങ്ങനെ തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ആ നിലയിൽ വരുന്ന വിവരങ്ങളാണ്. കോർട്ട് സെയ്സ് നോ സഫിഷ്യൻ്റ് എവിഡൻസ് എന്ന വിവരമാണ് വരുന്നത്. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു, പ്രതികൾക്കെതിരെ തെളിവില്ല. CBI പരാജയപ്പെട്ടു, പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്ന വിലയിരുത്തലോടുകൂടിയാണ് പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൻ്റെ വിശദാംശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ബാബറി മസ്ജിദ് തകർത്ത കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയുടെ വിശദാംശങ്ങളായി വരുന്നത്. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതികൾക്കെതിരെ തെളിവില്ല. ആ തെളിവ് സഹിതമായി ഈ പ്രതികളുടെ കുറ്റം തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി പറയുന്നു. 28 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യത്തിൻ്റെ മതേതര പ്രതിച്ഛായയ്ക്ക് വലിയ കളങ്കം വരുത്തിയ, ആഴത്തിൽ ചേരിതിരിവിന് ഇടവരുത്തിയ ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിൽ അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ക്രിമിനൽ കേസുകളിൽ ഗൂഢാലോചനയിൽ മുതിർന്ന നേതാക്കളായിട്ടുള്ള LK അദ്വാനിയും ഉമാഭാരതിയും വിനയ് കത്തിയാരും മുരളി മനോഹർ ജോഷിയും അടക്കമുള്ളവർ പ്രതികളായ കേസിലാണ്, ബാബറി മസ്ജിദ് തകർത്ത കേസിലാണ്, ആ ക്രിമിനൽ കേസുകളിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി വന്നിട്ടുള്ളത്. പ്രതികളെയെല്ലാം വെറുതെ വിട്ടിരിക്കുന്നു, പ്രതികൾക്കെതിരെ തെളിവുകൾ ഇല്ല, തെളിവ് സഹിതം ഈ കുറ്റങ്ങൾ തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യം. വിശദാംശങ്ങളുമായി ശരത്തിനെ പ്രതീക്ഷിക്കുന്നു. ശരത്ത്, എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ ഈ വിധത്തിൽ കൃത്യമായി വന്നു കഴിഞ്ഞു. കോടതി വിധി പ്രസ്താവം ആ നിലയിൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. ഇനി കൂടുതലായി ഒന്നും കോടതിയിൽ നിന്ന് കേൾക്കാനായി ഉണ്ട് എന്ന് കരുതുന്നില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു എന്ന് പറയുന്നതാണ് വിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശരത്. തീർച്ചയായും ഏറെ നിർണായകമായ വിധി CBI കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. 32 പ്രതികളെയും വെറുതെ വിടാൻ ഇപ്പോൾ CBI കോടതി തയ്യാറായിരിക്കുന്നു. ഇവർക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ CBI പരാജയപ്പെട്ടു എന്നാണ് ആ വിധിയിൽ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും അന്വേഷണ ഏജൻസിയായ CBI ചൂണ്ടിക്കാണിച്ചത് ഗൂഢാലോചന എന്നുള്ള ഒരു കുറ്റമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് CBI കോടതി എത്തിയിരിക്കുകയാണ്. അത് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാനത്തിലല്ല പള്ളി പൊളിച്ചത്, പകരം അത് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതാണ് എന്നുള്ള ഒരു വിലയിരുത്തലാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതായത് CBIയുടെ കണ്ടെത്തൽ വിനയ് കത്തിയാറിൻ്റെ വസതിയിൽ വെച്ച് ഗൂഢാലോചന നടത്തി അതിൻ്റെ ഭാഗമായി പള്ളി പൊളിച്ചു എന്നുള്ള
CBIയുടെ കണ്ടെത്തലിനെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ഏതായാലും ഇപ്പോൾ CBI കോടതി ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ശിക്ഷയും പ്രതികൾക്ക് നൽകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഏതായാലും കോടതി എത്തിയിരിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമായും പറയുന്നത് CBIക്ക് ഈ കേസ് തെളിയിക്കാൻ വേണ്ടി പറ്റിയില്ല, അതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. പ്രീ പ്ലാൻഡ് ആണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെളിവും കോടതിക്ക് മുൻപിൽ എത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാട് ജസ്റ്റിസ് SK യാദവ് ചൂണ്ടിക്കാണിച്ചു. അതിനെ സപ്ലിമെൻ്റ് ചെയ്യുന്ന എന്തൊക്കെ വാദങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെ നിലപാടുകളാണ് കോടതി കൈക്കൊണ്ടത് എന്ന് അറിയണമെങ്കിൽ ഈ 2000 പേജുള്ള വിധിയുടെ പൂർണ്ണരൂപം ലഭിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ കോടതി ഇത്തരമൊരു കൺക്ലൂഷനിലേക്ക് എത്തിയതിൻ്റെ ഏറ്റവും കൃത്യമായ ഒരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. പക്ഷേ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ ഒരു നിമിഷം ശരത്ത്, അവിടെ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരികയാണ് അതിലേക്ക്. जी जी आ जाइए जी വളരെ പ്രധാനപ്പെട്ട വിവരം ഇതാണ്. കോടതി വിധി പറഞ്ഞു കഴിഞ്ഞു. എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ യാതൊരു തെളിവ് സഹിതം തെളിയിക്കാനായിട്ടില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേട്ടല്ലോ അല്ലേ? അതെ, നമ്മൾ കേട്ടു. നമ്മൾ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അമിത്ഷായുടെ നിയന്ത്രണത്തിലുള്ള CBIക്ക് ഈ കേസ് ഒരു തരത്തിലും ജയിക്കാൻ കഴിയുമായിരുന്നില്ല. അവർ തോറ്റതാണോ തോറ്റുകൊടുത്തതാണോ അതൊക്കെ ഇനി ജഡ്ജ്മെന്റ് കൂടി വായിച്ചാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എങ്കിൽ പോലും ഇതാണ് അവസ്ഥ. ലഖ്നൌവിൽ ബാബറി മസ്ജിദ് തകർത്തു എന്നതിന് തെളിവുണ്ടോ എന്ന് കോടതി ചോദിക്കാതിരുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ലഖ്നൌവിൽ പരാജയപ്പെട്ട CBI ഇവിടെ വടക്കാഞ്ചേരിയിലുണ്ട്. അത് തീർച്ചയായും നമ്മൾ CBI എന്ന് കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്നവർക്ക് ഈ കേസ് ഒരു ഗുണപാഠം കൂടിയാണത്. എല്ലാം CBI ഏൽപ്പിച്ചാൽ എല്ലാം ഭംഗിയായി എന്ന് കരുതുന്നവർക്ക് ഇങ്ങനെയും ചില പാഠങ്ങൾ CBIക്ക് നൽകാനുണ്ട് എന്നുകൂടി നമുക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അതെ, ഇപ്പം എനിക്ക് ഇത് കേട്ടപ്പോൾ സമ്പത്ത് ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. സമ്പത്ത് മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കും, അക്കരെ CBI പരാജയപ്പെട്ടു, ഇക്കരെ എത്തിയ CBI വടക്കാഞ്ചേരിയിൽ എന്താവും ചെയ്യുക എന്ന നിലയിൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന നിലയിൽ ഈ കേസിലെ CBI തെളിവുകൾ ഹാജരാക്കി പ്രതികളെ അവരുടെ ഗൂഢാലോചനയും കുറ്റകൃത്യത്തിൽ അവരുടെ പങ്കാളിത്തവും തെളിയിക്കാനായിട്ടില്ല എന്നാണ് ഈ ലഖ്നൌവിലെ പ്രത്യേക കോടതി ജഡ്ജി പറഞ്ഞത്. അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. സമ്പത്ത്, ഒരു CBI ഡയറി കുറിപ്പ് നമ്മൾ മലയാളികൾ ഈ സിനിമ കാണുമ്പോൾ അതിലിങ്ങനെ ഈ മമ്മൂട്ടിയുടെ വരവും അതിലെ ഈ പഴയ കഥയാണ്. അതെ, അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ ഈ നമ്മുടെ പലരുടെയും നാട്ടിലെ ധാരണയെന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും തെളിയിക്കാനായിട്ട് CBI അങ്ങനെ 3 അക്ഷരങ്ങളുള്ള ഇവരിങ്ങ് വന്നാൽ മാത്രം മതി. അപ്പോൾ അവരെല്ലാം ഇതെല്ലാം ബുദ്ധിപൂർവ്വം ഇതെല്ലാം കൈകാര്യം ചെയ്യുമെന്നുള്ള നിലയിലാണ്. ഇനി ഞാൻ ശരത്തിനോടുകൂടി ഞാൻ പറയാം, ഈ ഡൽഹിയിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു തമാശയുണ്ട്. ആ തമാശ എന്താണെന്ന് പറഞ്ഞാൽ, ഈ കാവൽ നായയെ യജമാന ഭക്തിയുള്ള കാവൽ നായ ആരെ കടിക്കാൻ പറഞ്ഞാലും പോയി കടിക്കുകയും കുരയ്ക്കുകയും ചാടുകയും എല്ലാം ചെയ്യും. ആര് മതിൽ ചാടിയാലും കുരയ്ക്കും. പക്ഷേ യജമാനൻ മതിൽ ചാടിയാൽ മാത്രം ഈ നായ കണ്ണ് തുറന്നാലും കുരയ്ക്കുകയില്ല. ഈ കേജഡ് പാരറ്റ് എന്ന് CBI പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അതിനപ്പുറം വേറൊരു എല്ലാം ഭംഗിയായി എന്ന് കരുതുന്നവർക്ക് ഇങ്ങനെയും ചില പാഠങ്ങൾ CBIക്ക് നൽകാനുണ്ട് എന്നുകൂടി നമുക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അതെ, ഇപ്പം എനിക്ക് ഇത് കേട്ടപ്പോൾ സമ്പത്ത് ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. സമ്പത്ത് മനസ്സിൽ വിചാരിക്കുന്നതായിരിക്കും, അക്കരെ CBI പരാജയപ്പെട്ടു, ഇക്കരെ എത്തിയ CBI വടക്കാഞ്ചേരിയിൽ എന്താവും ചെയ്യുക എന്ന നിലയിൽ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്ന നിലയിൽ ഈ കേസിലെ CBI തെളിവുകൾ ഹാജരാക്കി പ്രതികളെ അവരുടെ ഗൂഢാലോചനയും കുറ്റകൃത്യത്തിൽ അവരുടെ പങ്കാളിത്തവും തെളിയിക്കാനായിട്ടില്ല എന്നാണ് ഈ ലഖ്നൌവിലെ പ്രത്യേക കോടതി ജഡ്ജി പറഞ്ഞത്. അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. സമ്പത്ത്, ഒരു CBI ഡയറി കുറിപ്പ് നമ്മൾ മലയാളികൾ ഈ സിനിമ കാണുമ്പോൾ അതിലിങ്ങനെ ഈ മമ്മൂട്ടിയുടെ വരവും അതിലെ ഈ പഴയ കഥയാണ്. അതെ, അപ്പോൾ അതൊക്കെ കണ്ടിട്ടൊക്കെ ഈ നമ്മുടെ പലരുടെയും നാട്ടിലെ ധാരണയെന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും തെളിയിക്കാനായിട്ട് CBI അങ്ങനെ 3 അക്ഷരങ്ങളുള്ള ഇവരിങ്ങ് വന്നാൽ മാത്രം മതി. അപ്പോൾ അവരെല്ലാം ഇതെല്ലാം ബുദ്ധിപൂർവ്വം ഇതെല്ലാം കൈകാര്യം ചെയ്യുമെന്നുള്ള നിലയിലാണ്. ഇനി ഞാൻ ശരത്തിനോടുകൂടി ഞാൻ പറയാം, ഈ ഡൽഹിയിൽ ഞങ്ങൾ കേട്ടിട്ടുള്ള ഒരു തമാശയുണ്ട്. ആ തമാശ എന്താണെന്ന് പറഞ്ഞാൽ, ഈ കാവൽ നായയെ യജമാന ഭക്തിയുള്ള കാവൽ നായ ആരെ കടിക്കാൻ പറഞ്ഞാലും പോയി കടിക്കുകയും കുരയ്ക്കുകയും ചാടുകയും എല്ലാം ചെയ്യും. ആര് മതിൽ ചാടിയാലും കുരയ്ക്കും. പക്ഷേ യജമാനൻ മതിൽ ചാടിയാൽ മാത്രം ഈ നായ കണ്ണ് തുറന്നാലും കുരയ്ക്കുകയില്ല. ഈ
ഈ കേജ്ഡ് പാരറ്റ് എന്ന് CBI പറഞ്ഞത് സുപ്രീം കോടതിയാണ്. അതിനപ്പുറം വേറൊരു കമൻറ്റിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി പലപ്പോഴും ഇത് ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ഏജൻസികളിൽ ഒന്നാണ് CBI എന്നുള്ളത്. ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ഗവൺമെൻറ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ കയറൂരി വിട്ടുവെന്നും CBIയെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുമെല്ലാം പറഞ്ഞ് അടിയന്തര ക്യാബിനറ്റ് യോഗം വിളിച്ചു കൂട്ടി BJP നേതാക്കളെടുത്തടക്കം പറഞ്ഞ് അദ്ദേഹം ഇത് വാർത്താമാധ്യമങ്ങളോട് പങ്കുവച്ചു. ഒരു തവണയല്ല, ഒന്നിലേറെ തവണ. തിരിച്ച് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം ഇവർക്കെതിരായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഇത് 27 കൊല്ലക്കാലത്തെ ഈ എക്സർസൈസ് എന്ന് പറയുന്നത് ഇത് വൃഥാ നടത്തിയതും ഇത് മുഴുവനും ജനങ്ങളെ പറ്റിക്കലുമായി മാറിപ്പോയി എന്നുള്ളതാണ്. ഇനി കോടതി ഉത്തരവ് സംബന്ധിച്ച 2000 പേജെല്ലാം വായിച്ച് പഠിച്ചെല്ലാം എടുക്കുമ്പോൾ ദിവസങ്ങളൊക്കെ എടുക്കും. നമ്മളത് മാത്രമായി ആരെങ്കിലും എവിടെ നിന്നെങ്കിലും തപ്പിയെടുത്ത് വൈകുന്നേരം ഒരു ചർച്ച കൊണ്ട് മാത്രം കാര്യമായില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ അതായത് ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ ഡോക്ടർ സമ്പത്ത്. അതായത് ഈ കേസുകൾക്കൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് സെർവ് ചെയ്തോ ഈ വിധി വരുന്നതോടുകൂടി? ഇനി അതിൽ 2000-ഓ 3000-ഓ 1000-ഓ പേജിലല്ലല്ലോ കാര്യം. കേസുകളുടെ പർപ്പസ് നഷ്ടപ്പെട്ടു പോയില്ലേ? അർത്ഥശൂന്യമായ അധരവ്യായാമം പോലെയായി ഈ കേസ് നടത്തി മുമ്പോട്ട് പോയത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കുറേ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ തെളിവ് ശേഖരണമായി അഭിനയിച്ചതും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയതായിട്ടുള്ള ഇതെല്ലാം ഫ്യൂട്ടൈൽ എക്സർസൈസാണ്. ഇത് വെറുതെ ഇങ്ങനെ ഈ നമ്മുടെ ഖജനാവിലെ പണം കുറേ ചെലവഴിക്കുന്നതും കുറേ ഉദ്യോഗസ്ഥന്മാരും ഒക്കെയായി ഇത് മാറുന്നുവെങ്കിൽ പ്രോസിക്യൂഷന് സംശയാതീതമായി ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് ജഡ്ജി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള CBIയുടെ മുഖത്തേറ്റ അടിയാണിത്. BJP ഇത് ആഘോഷിക്കാതിരിക്കുക അത് വേറെ കാര്യം. ഇത്രയും അത്യന്താധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയും അന്വേഷണ പാഠവുമെല്ലാം ഉള്ള CBI ഇതാണ് സാധനം എന്നുള്ളത് ഉള്ളി പൊളിച്ചതുപോലെയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടട്ടെ. ഇവിടെ ശ്രീ PV തോമസ്, ഇതിലൊരു കാര്യം BJP പോലും പറഞ്ഞിട്ടുള്ളത് അവരുടെ വലിയ പ്രവർത്തനങ്ങളിലൂടെ കർസേവകരുടെ മഹനീയമായ പ്രവർത്തനം തന്നെയാണ് ഈ ഒരു പരിസമാപ്തിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണല്ലോ ബാബറി മസ്ജിദ് പൊളിക്കലുമായി തകർക്കലുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള രാഷ്ട്രീയ നിലപാട്. പക്ഷേ ഈ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പള്ളി പൊളിച്ചത് സാമൂഹ്യ വിരുദ്ധരാണ് എന്നുകൂടിയാണ്. അത് വിധി കേട്ടു പ്രതീക്ഷിച്ചിരുന്നതിനെയായിരുന്നു. ഇതിനപ്പുറം ഒരു വിധി സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നിരുന്നില്ല. അപ്പോൾ CBI പരാജയപ്പെട്ടു എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ഇന്ത്യൻ ഭരണഘടനയും പരാജയപ്പെട്ടു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാബരി മസ്ജിദ് സ്വയം തകർന്നതാണ്. അതിൻ്റെ പിറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് അനുമാനിക്കേണ്ടത്? CBIയിൽ വിശ്വസിക്കണം, കോടതിയിലുള്ള വിശ്വാസം, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള വിശ്വാസം, ഇതെല്ലാം എവിടെ ചെന്ന് നിൽക്കുന്നു? ബാബരി മസ്ജിദ് ഒരു ഓക്കുലർ പ്രൊവോക്കേഷനാണെന്ന് അദ്വാനി പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കുലർ പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞാൽ നയന പ്രകോപനകാരി. അത് അധിനിവേശ സംസ്കാരത്തിൻ്റെ അടയാളമാണ്. അത് തകർത്ത ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നിറഞ്ഞ ദിവസം പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഡബിൾ ടോക്കും ഒക്കെ ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ വിധി ഇവിടെ അഡ്വാനിയും മറ്റും വെറുതെ വിട്ടുവെങ്കിലും തീർച്ചയായിട്ടും ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ, ഇന്ത്യൻ നിയമത്തിൻ്റെ മുമ്പിൽ, ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ മുമ്പിൽ തീർച്ചയായും അഡ്വാനി കുറ്റവാളിയായിട്ടാണ് എനിക്ക് കാണപ്പെടുവാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിധിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. അത് കാരണം അത് നമ്മുടെ ജനാധിപത്യ ഭാരതത്തിലൊരു കോടതി പുറപ്പെടുവിച്ച വിധിയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇതിനെതിരായിട്ട് അപ്പീൽ പോകുമായിരിക്കും, തീർച്ചയായിട്ടും പോകുമായിരിക്കും. മേൽക്കോടതി ഹൈക്കോടതിയിലും ഒക്കെ പോകുമായിരിക്കും. അതിനുശേഷം സുപ്രീം കോടതി വരുമായിരിക്കും. ഇതിങ്ങനെ ഒരു നീണ്ട കഥ പോലെ 1992 ആരംഭിച്ച കഥ ഇങ്ങനെ നീണ്ടുകൊണ്ടേയിരിക്കും. ഏതായാലും തൽക്കാലം വന്ന വിധി അത് ഇവിടുത്തെ സിസ്റ്റത്തിന് ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്. CBIക്കല്ല. CBIയുടെ സിസ്റ്റം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ സിസ്റ്റത്തിനേറ്റ, ഇവിടുത്തെ വ്യവസ്ഥിതിക്കേറ്റ, ഇവിടുത്തെ ഭരണഘടനയ്ക്കേറ്റ ഒരു ആഘാതമാണ്. ഈ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ കർസേവകർ ബാബറി മസ്ജിദ് തകർത്ത സമയത്താണ് സത്യത്തിൽ നമ്മളൊക്കെ അത്തരം ഒരു
പ്രയോഗം, അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഒക്കെ മനസ്സിലാക്കി കർസേവകർ. ഇന്നിപ്പോൾ കോടതി പറയുന്നത് സാമൂഹ്യ വിരുദ്ധരാണ് അത് പൊളിച്ചത് എന്ന മട്ടിലാണ്. ഞാൻ നേരത്തെ താങ്കളോടൊരു പരാമർശം, ഇന്ന് വന്ന ഒരു റിപ്പോർട്ടിലെ ഒരു പരാമർശം സൂചിപ്പിച്ചിരുന്നു. അയോധ്യയിലേക്ക് കേന്ദ്രസേന കടക്കുന്നത് തടയാൻ അദ്വാനിയാണ് നിർദ്ദേശം നൽകിയെന്നാണ് CBIയുടെ ആദ്യ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയത്. കോടതി പറയുന്നത് ജനങ്ങളെ തടയാനാണ്, ജനങ്ങളെ പിന്തിരിപ്പിക്കാനാണ് അദ്വാനി അവിടെ ശ്രമിച്ചിരുന്നത് എന്നാണ് അത്രേ കോടതിയുടെ ഒരു വിലയിരുത്തൽ. ഇവിടെ ആദ്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഇപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇതൊരു അസാധാരണമായ കുറ്റകൃത്യമാണ് ബാബറി മസ്ജിദ് തകർത്തതിലൂടെ സംഭവിച്ചത്. രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് പോയത്? അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് എത്തപ്പെട്ടിട്ടും ആ കുറ്റകൃത്യത്തിലൂടെ ഒരു മസ്ജിദ് തകർത്തിട്ടും അതിനെ സൂക്ഷ്മാർത്ഥത്തിൽ വിലയിരുത്തുന്ന വിചാരണ കോടതിക്ക് അതിന് പിന്നിലെ പ്രതികളെ അവരുടെ ഉത്തരവാദിത്തത്തെ, അവരുടെ കുറ്റകൃത്യത്തെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. CBIക്ക് അത് സംശയാതീതമായി തെളിയിക്കാൻ കഴിയാതെ വരുന്നു. അതേസമയം രാജ്യത്തെ സുപ്രീം കോടതിക്ക് അതൊരു വലിയ കുറ്റകൃത്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. നിയമവ്യവസ്ഥയിലെ തന്നെ ഒരു വല്ലാത്ത വൈരുദ്ധ്യം പലയിടങ്ങളിൽ പ്രകടമാകുന്നില്ലേ ഈ നിരീക്ഷണങ്ങളിലാകെ? കേസിൻ്റെ സിവിൽ സ്വഭാവത്തിലാണ് സുപ്രീം കോടതി അങ്ങനെ പരാമർശിച്ചതെങ്കിലും ആ പരാമർശത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ആ സിവിൽ സ്വഭാവത്തിലുള്ള കേസുകൾ വ്യവഹാരം മുഴുവൻ പരിശോധിക്കുമ്പോൾ നിരവധിയായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് ക്രിമിനൽ കുറ്റമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ വിചാരണ നടത്തിയ സ്പെഷ്യൽ ജഡ്ജി പറയുന്നു ഇത് അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ച് സ്വയം തകർന്നതല്ല, തകർത്തതാണ് എന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പള്ളി തകർത്തത് ഇങ്ങനെ പെട്ടെന്നുണ്ടായ വികാരത്തള്ളിച്ചയിൽ ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് സാമൂഹിക വിരുദ്ധർ പള്ളി തകർത്തു എന്നാണ്. അപ്പോൾ ഈ കരസേവകരെയാണോ സാമൂഹിക വിരുദ്ധർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഈ കേസ് വളരെ ആയാസപ്പെട്ട് തന്നെയാണ് ആ ജഡ്ജി പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നത്. വെറുതെ അങ്ങ് വിട്ടതല്ല, തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന വിമർശനവും അവിടെയുണ്ട്. നമ്മെ സംബന്ധിച്ച് ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP, അമിത്ഷായുടെ നിയന്ത്രണത്തിലുള്ള CBI, ആ CBI നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും തെളിവ് ഹാജരാക്കേണ്ടത് അവരാണല്ലോ. ആ തെളിവ് ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രതികളെ CBI സംരക്ഷിച്ചിരിക്കുന്നു. കോടതിയെയും ഭരണഘടനയെയും CBI പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു വിധി ഉണ്ടാക്കുന്നതിൽ CBI വിജയിച്ചു എന്നതിന് ഒരു രീതിയിൽ പറയേണ്ടിയും വരും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ കാഷ്വലായി പറഞ്ഞതാണെങ്കിലും CBIയിൽ എല്ലാ വിശ്വാസവും അർപ്പിച്ചിരിക്കുന്നവരെ സംബന്ധിച്ച് അവരുടെ കൂടെ കണ്ണ് തുറപ്പിക്കുന്നതിനുള്ള ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അല്ല, അപ്പോഴൊരു സംശയം, ഈ സാമൂഹ്യ വിരുദ്ധരാണെങ്കിലും അവർക്കും ഒരു മേൽവിലാസവും ഒരു പശ്ചാത്തലവും ഉണ്ടാകില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പള്ളി തകർത്തതാരാണ് എന്ന് കണ്ടെത്തി ആ പ്രതികളെ ശിക്ഷിക്കണ്ടേ? അതെ, അവിടെയാണ് ഇതിൻ്റെ പ്രോസിക്യൂഷൻ CBI ആണല്ലോ. കേസ് അന്വേഷിച്ചതും ആ കാര്യങ്ങൾ കോടതിയിൽ എത്തിച്ചതും എല്ലാം CBI ആണ്. പള്ളി തകർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പ്രകൃതിക്ഷോഭം കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ സംഭവിച്ചതാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ഇത് തകർത്തത് തന്നെയാണ്. തകർത്തത് അഡ്വാനി അല്ല എങ്കിൽ, തകർത്തത് ഉമാഭാരതി അല്ല എങ്കിൽ, തകർത്തത് മുരളി മനോഹർ ജോഷി അല്ല എങ്കിൽ, അത് താക്കറെ അല്ല എങ്കിൽ പിന്നെ ആര്? ഇവിടെ കോടതി സ്വയം കണ്ടെത്തിയിരിക്കുന്നത് സാമൂഹിക വിരുദ്ധർ തകർത്തു എന്നാണ്. അത്രയും ആൾക്കൂട്ടം അവിടെ ഉണ്ടായിട്ട്, ഈ പള്ളി തകർക്കത്തക്ക രീതിയിൽ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടായിട്ട് അതിൽ നിന്ന് പേര് പറയാൻ കഴിയുന്ന 10 പേരെ പിടികൂടി കോടതിയിൽ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഈ CBI അറിഞ്ഞത് എന്ത് നേരാണ്? അപ്പോൾ അതാണ് വളരെ ബോധപൂർവം മനഃപൂർവ്വം ആ ഭരണം മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒറിജിനൽ FIR പോയി കാണും, ഭരണമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആഗ്രഹാനുസരണം ഒരു വിധി CBI ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. ഇവിടെ ശ്രീ സമ്പത്ത്, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1993 ഒക്ടോബറിലാണ് BJP ശിവസേന നേതാക്കൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ഉൾപ്പെടെ ചുമത്തി CBI കേസ് 2 FIRൻ്റെയും അടിസ്ഥാനത്തിൽ പൊതു കുറ്റപത്രമൊക്കെ വരുന്നത്. 49 പേരാണ് അതിൽ അന്ന് വന്നിട്ടുള്ളത്, ആ FIRൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളത്. 93 ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾക്കൊക്കെ എതിരെ ഗൂഢാലോചന ചുമത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ 2020 സെപ്റ്റംബർ മാസത്തിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, സെപ്റ്റംബർ 30 സംസാരിച്ച ഒരു 10-28 വർഷം ഇങ്ങനെ കഴിയുമ്പോഴേക്കും ആ കാലത്തൊക്കെ ഇന്ന് കോടതിക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത വിധം എത്ര ശക്തമായി, നമ്മൾ പലപ്പോഴും മുമ്പ് സംസാരിച്ചു, എത്ര ശക്തമായി ഇതിലെ തെളിവുകൾ സമാഹരിച്ച് ഇതേ CBIക്ക് തന്നെ
കേസ് തെളിയിക്കാൻ കഴിയുമായിരുന്നു. അത്തരം നല്ല സാഹചര്യങ്ങൾ, അത്തരം നല്ല അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയായിരുന്നില്ലേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ, പുറകോട്ട് നോക്കിയാൽ? ഇന്നത്തെ ഈ നിരീക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ ഇത് സാമൂഹ്യ വിരുദ്ധരാണ് നശിപ്പിച്ചത്, ഇതിലൊരു ഗൂഢാലോചനയും നടന്നിട്ടില്ല, അവർക്ക് ആർക്കുമെതിരെ ഒരു തെളിവുമില്ല. പിന്നെ ഈ വർഷങ്ങളൊക്കെ ഈ CBI രാജ്യത്ത് എന്ത് തരം അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടത്തിയതെന്നുള്ളൊരു സാധാരണ ചോദ്യം എല്ലാവരുടെയും മനസ്സിൽ വരും, പ്രത്യേകിച്ച് കോടതി ഇത് പറയുമ്പോൾ. സ്വാഭാവികമാണ്. ഇതെന്തായാലും ഈ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇന്ത്യയിലെ ജനങ്ങളും ലോകത്തിലെ ഇത്തരം കാര്യങ്ങൾ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും അന്വേഷണ ഏജൻസികളെയും കുറിച്ചൊക്കെ തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തുള്ള എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ. എന്തായാലും ഇതോടുകൂടി ഇപ്പോൾ ഇവർ കുറ്റവിമുക്തരായി ഈ ഒരു കോടതി പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ അപ്പീൽ സാധ്യതകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അടയുന്നില്ല. അത്തരം കാര്യങ്ങൾ അത് എവിടം വരെ എത്തുമെന്നുള്ളത് അത് ഒരിടത്തും എത്താതെ അങ്ങനെ പോകുമായിരിക്കാം, ചിലപ്പോൾ എത്തുമായിരിക്കാം, അത് വേറെ കാര്യം. ഞാനതൊന്നും പ്രവചിക്കാൻ ആളല്ല. ഈ അന്വേഷണങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കാര്യം, ഈ ശ്രീ രാജീവ് ഗാന്ധിയുടെ ശ്രീപെരുമ്പത്തൂരിൽ വെച്ചുണ്ടായ ദാരുണമായ മരണവുമായി ബന്ധപ്പെട്ട് ഈ 2 ബാറ്ററി വിറ്റതിൻ്റെ പേരിലാണ്, 9 വോൾട്ട് ബാറ്ററി വിറ്റതിൻ്റെ പേരിലാണ് പേരറിവാളൻ എന്ന് അന്ന് 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യുവാവായി കടന്നു വരുന്നതേ ഉള്ളൂ കൗമാരത്തിൽ നിന്നും. അങ്ങനെ ഒരുത്തനെ CBI അറസ്റ്റ് ചെയ്തതും ഇങ്ങനെ ജയിലിനകത്ത് ആ ബാറ്ററി വിറ്റത് വലിയ കാറിൽ വയ്ക്കുന്ന ബാറ്ററി ഒന്നുമല്ല, നമ്മൾ ഈ ഉപയോഗിക്കുന്ന 9 വോൾട്ട് ബാറ്ററിയുടെ അത് വിറ്റതിൻ്റെ പേരിൽ അത് അയാളെ ബോംബ് സ്ഫോടനത്തിൽ അയാളെ കൂടി പ്രതിയാക്കി, ഈ കൊലപാതകത്തിൽ പ്രതിയാക്കി, അത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച് പതിറ്റാണ്ടുകളോളം ജയിലിൽ കഴിയേണ്ടി വരുന്നതൊരു സ്ഥിതിയിൽ ഇതും CBI തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ ഇക്കാര്യങ്ങളിലും CBI തന്നെയാണ് ചെയ്യുന്നത്. ഇതൊരു ഹിസ് മാസ്റ്റേഴ്സ് വോയിസായി ഒരു അന്വേഷണ ഏജൻസി മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ദുര്യോഗമാണിത്. ഇത് വാസ്തവത്തിൽ നമ്മൾ ഇത്തരം ചർച്ചകൾ എന്തായാലും ഇന്ന് വൈകുന്നേരം വിവിധ ചാനലുകളിൽ പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും. അത് രാഷ്ട്രീയമായ പല കാര്യങ്ങളും കടന്നു വരും. ഇത് നാളെ അച്ചടി മാധ്യമങ്ങളിൽ വരും. അതുകൊണ്ട് ഇത് തീരുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ ഇത് ചർച്ചയ്ക്കുള്ള ഒരു തുടക്കമായി ഇത് മാറുകയാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയെക്കുറിച്ചും ഇന്ത്യയിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെക്കുറിച്ചും നമ്മുടെ ഈ നാട്ടിൽ നിലവിലുള്ള ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നതും ഇതിലുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസിനെ സംബന്ധിച്ചും ഇന്ത്യയിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി തങ്ങളുടെ ഇംഗിതത്തിന് ഇതിനെയെല്ലാം എങ്ങനെ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നും ദുരുപയോഗപ്പെടുത്തിയെന്നും ഉള്ളതിനെ സംബന്ധിച്ചെല്ലാം ചർച്ചകൾ, ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ന് അധികാരത്തിലുള്ള BJPക്കെതിരായി അതൊക്കെ ഒരുപക്ഷെ കാലങ്ങൾ കഴിഞ്ഞാവാം, പലതരത്തിലുള്ള റിട്ടയർമെന്റ് ഡയറീസ് ഒക്കെ ആവും പല അത്തരത്തിലാണെങ്കിലും ഇത് എപ്പോഴും ഈ അസ്ഥികൂടങ്ങളെല്ലാം ഇങ്ങനെ അലമാരക്കുള്ളിലേക്ക് എന്നും അടച്ചു വയ്ക്കാനായിട്ട് കഴിയില്ലല്ലോ. അവിടെ ഇരുന്ന് തന്നെ അതെല്ലാം ദ്രവിച്ചു പോകത്തൊന്നുമില്ല. ഇതെല്ലാം പുറത്ത് തന്നെ വരേണ്ടതായിട്ട് വരും. ഇവിടെ ഈ അധികാരം ഉറപ്പിക്കുന്നതിന് മതപരമായ ധ്രുവീകരണം നടത്തിക്കൊണ്ട് രാഷ്ട്രീയമായി അത്തരത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഈ കോവിഡിനെ വിതച്ച് പക്ഷേ അപ്പോഴും ശ്രീ സമ്പത്ത്, താങ്കളെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവ്, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാജ്യം എന്ന ആലോചന ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഏതോ കാലത്ത് പുറത്തു വരാൻ പോകുന്ന വിവരങ്ങൾ എന്നത് നമ്മൾ പ്രത്യാശയോടെ കാണുമ്പോഴും ഈ കാലങ്ങളിലൂടെ കടന്നു പോകുന്ന രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ താങ്കൾക്ക് ആശങ്കകളുണ്ടോ? നിശ്ചയമായും ആശങ്കകളുണ്ട്. ഒരു നിയമവാഴ്ച നിലവിലുള്ള ഒരു രാഷ്ട്രത്തിൽ, മതനിരപേക്ഷത അടിസ്ഥാന തത്വമായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൽ, സ്വതന്ത്രവും നീതിപൂർവവുമായുള്ള ജുഡീഷ്യറിയാണ് നമുക്കുള്ളത് എന്ന് അഭിമാനിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇവിടെ ലെജിസ്ലേച്ചറിനോട് ഉത്തരവാദിത്വമുള്ള എക്സിക്യൂട്ടീവാണ് എന്ന് വിച്ഛേദിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രത്തിൽ പൗരന്മാരുടേതായ അവകാശങ്ങളെ പറ്റിയെല്ലാം നാം അത്തരത്തിലെല്ലാം ബോധവാന്മാരായി കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യം, മൾട്ടി പാർട്ടി ഡെമോക്രസി നിലവിലുള്ള ഒരു രാഷ്ട്രത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ആശ്വാസകരമോ അല്ലെങ്കിൽ നമുക്ക് അഭിമാനകരമോ ആയിട്ടുള്ള സന്ദർഭം അല്ല എന്ന് പറയാതെ നിർവാഹമില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, താങ്കളോട് 3-4 തരം വികാരങ്ങളെക്കുറിച്ച് ചോദിക്കാം. നിരാശ അല്ലെങ്കിൽ മരവിപ്പ്, പ്രതിഷേധം, രോഷം അല്ലെങ്കിൽ അമർഷം, ഇതിലേത് താങ്കൾ തിരഞ്ഞെടുക്കും? വാക്കുകൾ നമുക്ക് ഇനിയും കണ്ടുപിടിക്കാം. തകർക്കപ്പെട്ട ബാബറി മസ്ജിദിനെ ഓർത്തല്ല എൻ്റെ ഖേദം അല്ലെങ്കിൽ എൻ്റെ പ്രയാസമുള്ളത്. മറിച്ച് നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത്, ഒരു ഭരണഘടന പ്രാബല്യത്തിലുള്ളൊരു രാജ്യത്ത് എപ്രകാരമാണ് പ്രോസിക്യൂഷനും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവിന് വിധേയമാകുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഇത് മാറിയിരിക്കുകയാണ്. അതാണ് എന്നെ ഇപ്പോൾ ആകുലപ്പെടുത്തുന്ന ഒരു ചിന്ത. ബാബറി മസ്ജിദിനും അപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയവും അതുതന്നെയാണ്. ശ്രീ PV തോമസ്, താങ്കളെ സംബന്ധിച്ച്
എനിക്ക് അങ്ങനെ പെട്ടെന്നൊരു വികാരം വരുന്നില്ല, മറ്റു പള്ളി തോർത്തവരുണ്ടായ പോലെ. പക്ഷേ ഈ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, ഈ പള്ളി തകർക്കപ്പെട്ട കാലത്ത് അവിടെ നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകനാണല്ലോ, അന്ന് തോന്നിയ ഒരു മാനസികാവസ്ഥയും വികാരവും എന്തായിരുന്നു? അന്ന് ഇതേപോലെ മരവിപ്പായിരുന്നു. കാരണം നടക്കാൻ പാടില്ലാത്ത, വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു, കൺമുമ്പിൽ സംഭവിക്കുന്നു. കരസേവകർ പോകുന്നതും PAC പ്രൊവിൻഷ്യൽ ആർമഡ് ഫോഴ്സ് എന്ന UP-യുടെ പോലീസ് കൂട്ടത്തോടെ പുറത്തോട്ട് പോരുന്നു ഞാൻ കണ്ടതാണ്. ആരും തടയാൻ ശ്രമിച്ചില്ല. ഓരോരുത്തരോരുത്തരായി ഡോമിലേക്ക് ചാടിക്കയറുന്നത് ഞാൻ കണ്ടതാണ്. പിക്കാസ് കൊണ്ട് ഡോമിൻ്റെ മുകളിൽ അടിക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ അവർ ആരാന്നാ പറഞ്ഞ അവർ കരസേവകർ അത് സാമൂഹ്യ വിരുദ്ധരാണ്. ഇത്രയും സാമൂഹ്യ വിരുദ്ധർ ഒരു കൊടുക്കീഴിൽ അണിനിരുന്നു. അതെ, ആ ബാബറി മസ്ജിദ് തകർത്ത സാമൂഹ്യ വിരുദ്ധരെ നേരിൽ കണ്ട ആളാണ് കൊടിയുടെ നിറം എന്താണ്? അപ്പോൾ ഈ സാമൂഹ്യ വിരുദ്ധര് ഒരു കൊടുക്കീഴിൽ അണിനിരന്നു. ആ കൊടിയുടെ നിറം എന്താണ്? ആ കൊടിയുടെ തത്വശാസ്ത്രം എന്താണ്? ആ കൊടിയുടെ തത്വശാസ്ത്രം എന്താണ് വെല്ലുവിളിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയല്ലേ? ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയല്ലേ? കോടതികളെയല്ലേ? CBI എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയല്ലേ? എന്താണ് സംഭവിച്ചത്? ഇത് ക്രമേണ നമ്മളിലേക്ക് സിങ്കിൻ ചെയ്യും. അതായത് താങ്കൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അങ്ങനെ മാത്രമേ ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഒരു മരവിപ്പ് തോന്നി, ആ നേരിട്ട് കാണുമ്പോൾ മരവിപ്പ് തോന്നി. താങ്കൾ ഈ പറഞ്ഞ ഈ കർസേവകർ അല്ലെങ്കിൽ ഇപ്പോൾ കോടതി പറയുന്ന സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ ഓരോ താഴികക്കുടവും പിക്കാസ് വെച്ച് തച്ചുടയ്ക്കുന്ന നേരിട്ട് കാണുമ്പോഴുണ്ടായ ആ സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, മരവിപ്പ്. ഞാനത് എനിക്ക് മനസ്സിലായത് ഒരു രോഷം കലർന്ന മരവിപ്പായിട്ടാണ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് തോന്നിയത്. ശരിയാണോ? രോഷം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പക്ഷേ ആ സമയത്ത് ഇതിൻ്റെ ശബ്ദമാണ്, പിക്കാസിൻ്റെ ശബ്ദം കൊണ്ട് മുഖരിതമായിരുന്നു അന്തരീക്ഷം മുഴുവനും. അഡ്വാനി താഴെ ഇരിപ്പുണ്ട്, പന്തലിരിപ്പുണ്ട്, അതുപോലെ ഇവരെല്ലാവരും ഇരിപ്പുണ്ട്. ഞങ്ങൾ വേറെ ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നീട് മാറ്റി, കാരണം അവിടെ ആക്രമണങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ ഒരു മുറിക്കകത്തേക്ക് മാറ്റി. ആ മുറിക്കിടെ ചെറിയൊരു ജനലിലൂടെ കാണാമായിരുന്നു ഈ ഡോം തകരുന്നതും അവിടെ ആൾക്കാർ വീണ്ടും പാഞ്ഞു കയറുന്നതും അടിക്കുന്നതും. അതിൻ്റെ ശബ്ദമായിരുന്നു അവിടെ. ആ ശബ്ദത്തിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോലും അന്ന് ഞാൻ മറന്നുപോയൊരു ദിവസം. പക്ഷേ വൈകുന്നേരമായും റിപ്പോർട്ട് ചെയ്യുന്നത്, കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അവസാനം വൈകുന്നേരം വന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ടെലിഗ്രാഫ് ഓഫീസിൽ, അവിടെ ഫാക്സും ടെലിഗ്രാമും എല്ലാം ഉണ്ട്, ഒരു ചെറിയ ഒരു 10-100 പേരോളം ഇരിക്കുകയാണ്, 100-130 പേര് നിൽക്കുകയാണ്. ഇന്ത്യയുടെയും വിദേശത്തുള്ള മാധ്യമപ്രവർത്തകരാണ്. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ പിന്നെ മുറിയിലേക്ക് വന്നിട്ട് ടൈപ്പ്റൈറ്റർ എടുത്തിട്ട് കുറേ നേരം ആലോചിച്ചിരുന്നു എന്താണ് എഴുതേണ്ടത്. അത് വല്ലാത്തൊരു പ്രതിസന്ധിയായിരുന്നു. അതുതന്നെയാണ് ഇപ്പോഴും കാണുന്നത്, അതുതന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം രഞ്ജൻ ഗൊഗോയിയുടെ ടൈറ്റിൽ ഡിസ്പ്യൂട്ടിന് ശേഷം ഇതുപോലെ തന്നെ അദ്ദേഹവും പെൻഷൻ റിട്ടയർ ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായത്. അദ്ദേഹത്തിന് രാജ്യസഭയിൽ വരാൻ പറ്റി. അങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം ഉദിക്കട്ടെ. നമ്മുടെ സിസ്റ്റം തകരുകയാണെങ്കിൽ തകരട്ടെ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റുകയില്ല. പക്ഷേ തീർച്ചയായിട്ടും ജനാധിപത്യ വിശ്വാസികളായ, മതേതര വിശ്വാസികളായ, ഭരണഘടനാ വിശ്വാസികളായ ജനങ്ങൾ തീർച്ചയായിട്ടും ഇതിനെ വിശകലനം ചെയ്ത് ശരിയായിട്ടുള്ള രാഷ്ട്രീയ സമയം എന്താണെന്ന് മനസ്സിലാക്കാൻ ജനങ്ങളെ സമീപിക്കും. തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ. നമുക്കിതങ്ങനെ വിടാവുന്ന ഒരു സംഭവമല്ല. അത് നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവമല്ലേ, നമ്മളെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ നടന്നൊരു സംഭവമല്ലേ ഒരു മസ്ജിദ് തകർത്ത്. അതിനുശേഷം എല്ലാവരും വെറുതെ വിട്ടു. CBI തകർന്നു പോയി, പരാജയപ്പെട്ടു പോയി എന്ന് പറയുന്നു. പക്ഷേ ഏതായാലും ഇത് പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും നമുക്ക് ഉൾക്കൊള്ളുവാൻ അല്പം കൂടി സമയമെടുക്കുന്ന ഒരു വിധിയാണ്. വിധി ന്യായമാണ്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്ന നിലയിൽ എന്തെങ്കിലും ഇനി അതിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നില്ല. എല്ലാ പ്രതികളെയും വെറുതെ വിടുന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. CBI ഈ കേസ് പതിറ്റാണ്ടുകൾ അന്വേഷിച്ച CBIക്ക് ഈ പ്രതികളെ ഏതാണ്ട് ഇപ്പോൾ കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ ചില തമാശകളായി തോന്നും. രാവിലെയൊക്കെ വാർത്തകളിൽ കനം പിടിപ്പിച്ച വാക്കുകളായിരുന്നു. 351 സാക്ഷികൾ, 600 രേഖകൾ, അങ്ങനെ 28 വർഷത്തെ പ്രമാദമായ അന്വേഷണം, രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ ഏജൻസി, നേരറിയുന്ന CBI അങ്ങനെ നടത്തി കോടതിയിൽ, CBIയുടെ തന്നെ പ്രത്യേക കോടതിയിൽ ലക്നൌവിൽ എത്തിച്ച ആ കുറ്റപത്രം, ആ തെളിവുകൾ, പ്രോസിക്യൂഷൻ അതെല്ലാം കോടതിയെടുത്ത് മാറ്റിവെച്ച് പ്രതികൾക്കെതിരെ ഒരു കുറ്റവും സംശയാതീതമായി തെളിയിക്കാൻ രാജ്യത്തെ ഈ പറഞ്ഞ CBIക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിധി പറയുന്നു. ആ വിധിയുടെ ഗുണഭോക്താക്കളായി മാറിയത് BJPയുടെ
തലമുതിർന്ന നേതാവ് LK അദ്വാനി, അതുപോലെ തന്നെ ഉമാഭാരതി, മുരളി മനോഹർ ജോഷി, വിനയ് കത്യാർ അടക്കം, സ്വാതി ഋത്തംബര അടക്കം, മഹന്ത് നൃത്യ ഗോപാൽ ദാസ് അടക്കം എല്ലാ പ്രധാനപ്പെട്ട ആളുകൾക്കും ഗൂഢാലോചന അടക്കമുള്ള വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അവർക്കെതിരെ എല്ലാം ചുമത്തിയത്. അതെല്ലാം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ രാജ്യം ഉറ്റുനോക്കിയ കേസിലെ വിധിയുടെ വിശദാംശങ്ങൾ. വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ, അതുപോലെ തന്നെ ശ്രീ PV തോമസ്, ശ്രീ സമ്പത്ത് ഞങ്ങളുമായി സഹകരിച്ചതിന്. കോൺഗ്രസ് നേതാവ് ശ്രീ മാത്യു കുഴൽനാടനും കോൺഗ്രസ് നിരീക്ഷണങ്ങളും ഒക്കെയായി മുൻപ് ഈ ചർച്ചയിൽ വന്നിരുന്നു.